So hello students, good evening. എല്ലാവരും ഉണ്ടോ? കുറച്ച് നേരം ലേറ്റ് ആയി പോയി. അത് ചെറിയ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ഡിലേ ആയി പോയതാണ്. സോ എല്ലാവരും റെഡി അല്ലേ? എല്ലാവരും എത്തിയോ? നിങ്ങൾ ബാക്കി ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരോടും ജോയിൻ ചെയ്യാൻ പറയൂ. സോ തുടങ്ങാം. എല്ലാവരും എത്തിയോ? റെഡിയാണോ? ഷാൽ വി സ്റ്റാർട്ട്? കേൾക്കാവോ? ക്ലിയർ ആണോ? ഓഡിയോ എല്ലാം ക്ലിയർ ആണോ എന്നൊന്ന് പറയുമോ നിങ്ങൾ? കാണാവോ? ബാക്കിൽ എല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഷാൽ വി സ്റ്റാർട്ട്? തുടങ്ങട്ടെ? സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് ആണ്. സോ ആസ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ് നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്ററാണ് ഈ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ചാപ്റ്ററിലാണ് നിങ്ങൾക്ക് ശരിക്ക് ഡിസീസസ്, അസുഖങ്ങളോടൊക്കെ ഒരു സെൻസിറ്റൈസേഷൻ കിട്ടുന്നത്. നിങ്ങൾ ഫ്യൂച്ചറിൽ ഡീൽ ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ ഒരു ഫുൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസീസസും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളാണ്. സോ ദിസ് ഈസ് എ വെരി വാസ്റ്റ് ചാപ്റ്റർ, വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് എക്സൈറ്റിംഗ് ചാപ്റ്റർ. അപ്പോൾ എല്ലാവരും ഫ്യൂച്ചർ ഡോക്ടേഴ്സായ നിങ്ങൾ എല്ലാവരും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത് പഠിക്കാൻ റെഡിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ റെഡി അല്ലേ? ഷാൽ വി സ്റ്റാർട്ട്? സോ ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബയോളജി ഓഫ് ഹ്യൂമൻ വെൽഫെയറിൻ്റെ ആ ഒരു സെക്ഷൻ്റെ ഉള്ളിൽ വരുന്നതാണ്. സോ ഈ ഒരു യൂണിറ്റ് തുടങ്ങുമ്പോൾ ഒരു സയൻറ്റിസ്റ്റിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഹീ ഈസ് നോട്ട് ആക്ച്വലി പാർട്ട് ഓഫ് നമ്മുടെ ഈ ഒരു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസുമായിട്ട് ബന്ധമില്ല. നമ്മൾ മുമ്പെടുത്ത സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻറ്റ് ഓഫ് ഫുഡ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് പറയണമല്ലോ, യു ഷുഡൻറ്റ് മിസ് എനി കീ പോയിന്റ്സ് ഇൻ യുവർ NCERT അല്ലേ? സോ ആരെ പറ്റിയാണ് നമുക്ക് പറയാനുള്ളത്? MS സ്വാമിനാഥൻ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റിനെ പറ്റിയാണ് പറയാനുള്ളത്. സോ വാട്ട് ഡിഡ് ഹി ഡു? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ. ആൻഡ് വാട്ട് ഡിഡ് ഹി ഡു? ഹി ഡെവലപ്ഡ് ഷോർട്ട് ഡ്യൂറേഷൻ, പെട്ടെന്ന് വളരുന്ന ഹൈ yielding, നല്ല ഈൽഡുള്ള വെറൈറ്റീസ് ഓഫ് റൈസ് ഇൻക്ലൂഡിങ് സെൻറ്റഡ് ബസ്മതി. ആൻഡ് ഹി ഓൾസോ ഡെവലപ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് ക്രോപ്പ് കാഫറ്റീരിയ, ക്രോപ്പ് ഷെഡ്യൂളിംഗ് ആൻഡ് ജനറ്റിക്കലി ഇംപ്രൂവിങ് ദ yield ആൻഡ് ക്വാളിറ്റി. ഈ ഒരു മേഖലയിൽ അദ്ദേഹം ഭയങ്കര നോണാണ്. ഓക്കെ, ആൻഡ് വാട്ട് എൽസ് ഡിഡ് ഹി ഡു? നോർമൻ ബോർലോഗ്, വി നോ ഈസ് ദ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ആസ് സച്ച്. ഓക്കെ, അദ്ദേഹം ഇൻ കൊളാബറേഷൻ വിത്ത് സ്വാമിനാഥൻ ആയിരുന്നു മെക്സിക്കൻ വെറൈറ്റി ഓഫ് വീറ്റ് എല്ലാം ഇന്ത്യയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് ഹീ ഇസ് ദ പേഴ്സൺ നോൺ ഫോർ ദ ഐഡിയ, ഹീ ഈസ് ദ ഇനീഷ്യേറ്റർ ഓഫ് ലാബ് ടു ലാൻഡ്, ലാബിൽ നിന്ന് ലാൻഡിലേക്ക് പ്രോഡക്ട്സിനെ എത്തിച്ച് നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ വല്ലാണ്ട് കൂട്ടിയ ഒരു മാസ് റെവല്യൂഷൻ ഉണ്ടാക്കിയ സയൻറ്റിസ്റ്റാണ് ആര്? MS സ്വാമിനാഥൻ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു പോർഷനിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. Now we'll go on to the topic proper. Future doctors, എല്ലാവരും റെഡി അല്ലേ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് പഠിക്കാൻ വേണ്ടിയിട്ട്? സോ എന്താണ് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്? ദ കോൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് ഹാസ് ഇവോൾവ്ഡ്. കാലങ്ങൾ കൂടുന്തോറും അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ദ ഏർലി ഗ്രീക്സ് ലൈക്ക് ഹിപ്പോക്രേറ്റ്സിൻ്റെയും ഇന്ത്യൻ ആയുർവേദ സിസ്റ്റം ഓഫ് മെഡിസിൻ പ്രകാരം there is a thing called as good humor hypothesis. എന്താണുള്ളത്? ഗുഡ് ഹ്യൂമർ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് പ്രകാരം നമ്മുടെ ശരീരത്തിൽ ഹ്യൂമർ എന്ന വേർഡിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ്സ് എന്നാണ്. നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഫ്ലൂയിഡ്സ് ഉണ്ട്. ഈ ആയുർവേദ സിസ്റ്റത്തിലും കുറേ ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സ് പറയുന്നുണ്ട്, വാത പിത്ത കബ ലൈക്ക് ദാറ്റ്. അപ്പം അങ്ങനെയുള്ള ഫ്ലൂയിഡ്സിൽ പേഴ്സൺസ് ഹാവിങ് ബ്ലാക്ക് ബൈൽ, ഓക്കെ, ബ്ലാക്ക് ബൈൽ ഉള്ള വ്യക്തികൾക്ക് ഹോട്ട് പേഴ്സണാലിറ്റി ഉണ്ടാകുമെന്നും ഫീവർ ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ദേ ഹാവ് ഹോട്ട് പേഴ്സണാലിറ്റി ആൻഡ് ഹാവ് ഫീവർ. അങ്ങനെ ഇൻഫെക്ഷൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ ബ്ലാക്ക് ബൈൽ ഉണ്ട് എന്നാണ് ഇവർ പറഞ്ഞത്. ഓക്കെ, എന്നാൽ വില്യം ഹാർവി എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു? ഹി ഡിസ്കവേർഡ് ബ്ലഡ് സർക്കുലേഷൻ. ഹി ഈസ് കൺസിഡേർഡ് ദ ഫാദർ ഓഫ് ബ്ലഡ് സർക്കുലേഷൻ. ഹി ത്രൂ ഹിസ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ്സ് എന്ത് കാണിച്ചു? ഹി ഡെമോൺസ്ട്രേറ്റഡ് നോർമൽ ബോഡി ടെമ്പറേച്ചർ ഇൻ എ പേഴ്സൺ വിത്ത് ബ്ലാക്ക് ബൈൽ. ഹി ഡെമോൺസ്ട്രേറ്റഡ് നോർമൽ ബോഡി ടെമ്പറേച്ചർ ഇൻ എ പേഴ്സൺ വിത്ത് ബ്ലാക്ക് ബൈൽ യൂസിങ് തെർമോമീറ്റർ. അതോടുകൂടെ ആ ഒരു ഗുഡ് ഹ്യൂമർ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എന്തായി? അങ്ങ് പോയി. പിന്നീട് നമ്മൾ മനസ്സിലാക്കി ഈ ഹെൽത്ത് എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണ്?
നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധം ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് കണക്റ്റഡ് ആണ്. ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നത് എൻഡോക്രൈൻ സിസ്റ്റം, അതായത് ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ന്യൂറൽ സിസ്റ്റം, നമ്മുടെ നെർവസ് സിഗ്നൽസിനൊക്കെ നല്ല ഒരു ഇമ്പാക്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ മനസ്സിലായി. പിന്നീട് ഈവൻ നമ്മൾ കുറച്ചുകൂടി ഒരു ബ്രോഡർ ആസ്പെക്റ്റിലേക്ക് വന്നുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക വാസ്റ്റ് ആൻഡ് വൈഡ് ആയിട്ട് പറയുന്ന ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ്. കണ്ടോ, ഈവൻ ദ സോഷ്യൽ വെൽബീങ് ആ ഒരു ആസ്പെക്റ്റിലേക്ക് വരെ നമ്മൾ എന്തിനെ പറയാൻ തുടങ്ങി? ഹെൽത്തിനെ പറയാൻ തുടങ്ങി. ഇസ് ദറ്റ് ക്ലിയർ? വാട്ട് ഇസ് ഹെൽത്ത്? ഹെൽത്ത് ഇസ് ദ കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ്. ആ ഒരു സ്റ്റേറ്റിനെയാണ് ഹെൽത്ത് എന്ന് വിളിക്കുന്നത്. അപ്പം എന്താണ് നമ്മുടെ ഹെൽത്തിന് മൊത്തത്തിൽ നമുക്ക് ഹെൽത്ത് ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും? നമ്മുടെ പ്രൊഡക്ടിവിറ്റി, നമ്മുടെ ഇക്കണോമിക് പ്രോസ്പെറിറ്റി വരെ നല്ല രീതിയിലായിരിക്കും എന്നൊക്കെയാണ് മോഡേൺ ഡെഫിനിഷൻസ് പ്രകാരം പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, ബിഫോർ ദാറ്റ് ഇനി ഹെൽത്തിന് എന്ത് പറ്റും? ഹെൽത്തിന് എന്ത് പറ്റുമ്പോഴാണ് അസുഖങ്ങൾ വരുന്നത് അല്ലേ? നമ്മുടെ ബോഡിയിൽ സർട്ടൻ ഓർഗൻസ്, മോർ ദാൻ വൺ ഓർഗൻ അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റംസിന് ഫങ്ഷനിങ്ങിന് പ്രശ്നം പറ്റിയെന്നായിരിക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു കാർ എടുക്കുകയാണെങ്കിൽ എന്താ, കാറിൻ്റെ എൻജിൻ കേടായാൽ അതിനനുസരിച്ച് വണ്ടി സ്റ്റാർട്ടാവാൻ ട്രബിൾ ഉണ്ടാവും. ഹോണിന് പ്രശ്നം പറ്റിയ ഹോൺ അടിയില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡിയിലും ഓർഗൻസ് അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റംസ് എഫക്റ്റഡ് ആയാൽ അതിൻ്റെ ഫങ്ഷനിങ് എഫക്റ്റഡ് ആയ എന്തുണ്ടാവും? അതിനനുസരിച്ചുള്ള സൈൻസും സിംറ്റംസും ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് പറയും? വി ആർ നോട്ട് ഹെൽത്തി, നമ്മളൊരു ഈസ് അല്ല, വി ആർ നോട്ട് ഇൻ ഈസ്, വി ആർ ഇൻ ഡിസീസ്. അതാണ് ഡിസീസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഡിസീസ്? എ കണ്ടീഷൻ വെയർ ഫങ്ഷനിങ് ഓഫ് വൺ ഓർ മോർ ഓർഗൻസ് ഓർ ഓർഗൻ സിസ്റ്റംസ് of the body is affected, adversely affected. അപ്പോൾ എന്തുണ്ടാവും? വേരിയസ് സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടാവും. അപ്പോൾ വി സേ വി ഹാവ് എ ഡിസീസ്. ഇനി ബ്രോഡ്ലി പറയുകയാണെങ്കിൽ നമുക്ക് ഡിസീസസിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? വി ക്യാൻ ക്ലാസിഫൈ ദം ആസ് ഇൻഫെക്ഷ്യസ് ഡിസീസസ് ആൻഡ് നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസസ്. ഓക്കെ, നമ്മൾ ഇൻഫെക്ഷ്യസ് എന്നും നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസസ് എന്നുമാണ് പറയുന്നത്. സോ ഇൻഫെക്ഷ്യസ് ഡിസീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ആളിൽ നിന്ന് ഒരു ഹോസ്റ്റിൽ നിന്ന് മറ്റൊരു ഹോസ്റ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇഫ് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ വി കോൾ ഇറ്റ് ആസ് ഇൻഫെക്ഷ്യസ് ഡിസീസസ്. വേറാസ് നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസസ് എന്ത് സംഭവിക്കില്ല? അതൊരാളിൽ നിന്ന് മറ്റൊരാൾക്ക് കിട്ടില്ല. അതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? നമ്മൾ പ്രഷർ എന്ന് പറയില്ലേ, ശരിക്കും പ്രഷർ എന്നല്ല പറയേണ്ടത്, സയൻറ്റിഫിക്കലി ഇറ്റ് ഇസ് ഹൈപ്പർ ടെൻഷൻ, BP കൂടുതലായിട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ ഡയബറ്റിസ്, അല്ലെങ്കിൽ ക്യാൻസർ, അല്ലെങ്കിൽ ഹൃദയരോഗങ്ങൾ. ഈ പറഞ്ഞ രോഗങ്ങളൊന്നും എന്ത് ചെയ്യില്ല? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരില്ല. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ഇറ്റ് കാൺ ബി ഡെഡ്ലി. ചില അസുഖങ്ങൾ എന്തായിരിക്കും? ഫേറ്റലായിരിക്കും. സോ നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസസും ഉണ്ട്, ഇൻഫെക്ഷ്യസ് ഡിസീസസും ഉണ്ട്. ഇനി ഇൻഫെക്ഷ്യസ് ഡിസീസസിന് എന്തുണ്ട്? ഒരു കോസേറ്റീവ് ഓർഗാനിസം ഉണ്ട്. ഓക്കെ, ഒരു കോസേറ്റീവ് ഓർഗാനിസം ഉണ്ട്. ആ കോസേറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് എന്തൊക്കെയാകാം? ഇറ്റ് ക്യാൻ ബി എ ബാക്ടീരിയ, ഇറ്റ് ക്യാൻ ബി എ വൈറസ്, ഇറ്റ് ക്യാൻ ബി ഫംഗസ്, ഇറ്റ് ക്യാൻ ബി പ്രോട്ടോസോയൻ, വേംസ് ആവാം, ഓർ ഈവൻ വലിയ പാരസൈറ്റ്സോ എന്ത് വേണമെങ്കിലും ആവാം. സോ ഇസ് ദാറ്റ് ക്ലിയർ? ഒരു കോസേറ്റീവ് ഓർഗാനിസം ഉണ്ടാവും. ആ കോസേറ്റീവ് ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാത്തജൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ പാത്തജന് ഒരു മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഉണ്ടാവും. അത് ഒന്നെങ്കിൽ വായിലൂടെ ആയിരിക്കും പടരുക, അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ആൻഡ് വാട്ടറിലൂടെ ആയിരിക്കും പടരുക. എന്നിട്ട് ഇത് നമ്മുടെ ബോഡിയിൽ എത്തുന്നു. ഈ പാത്തജൻ നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നു? നമ്മുടെ ഹോസ്റ്റിൻ്റെ ഉള്ളിൽ ആ പാത്തജന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം. ആൻഡ് ദാറ്റ് പാത്തജൻ ഷുഡ് ടേക്ക് ഓവർ ദ സെൽസ് കേപ്പബിലിറ്റി. അങ്ങനെ ആ സെല്ലുകളെയൊക്കെ എഫക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടാവുന്നത്. ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണോ? എന്താണ് ഇൻഫെക്ഷ്യസ് ഡിസീസസ്, കോസേറ്റീവ് ഓർഗാനിസംസ്, അതിനെ പാത്തജൻ എന്ന് വിളിക്കുന്നതും ഒക്കെ? ഓക്കെ, സോ ദിസ് ഈസ് എ ജനറൽ ഇൻട്രൊഡക്ഷൻ ഐ ലൈക്ക് ടു ഗിവ് യു. ഇനി വീണ്ടും നമ്മൾ എന്ത് പറയാൻ പോകുന്നത്? ഈ ചാപ്റ്റർ പഠിക്കുന്നത് കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ജസ്റ്റ് ഒരു ഓർഡറിൽ പറയുകയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് എന്താണെന്ന് മനസ്സിലായി, ഹെൽത്ത് എഫക്റ്റഡ് ആയ ഡിസീസസ് വരുമെന്ന് മനസ്സിലായി. നമ്മളിനി എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ? കോമൺ ഡിസീസസ് എഫക്റ്റിംഗ് ഹ്യൂമൻ ബീയിങ്സ് പഠിക്കും. ഈ പറഞ്ഞ വേരിയസ് പാത്തജൻസ് കാരണം വരുന്ന കുറച്ച് അസുഖങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കും. അതിനുശേഷം നമ്മൾ എന്ത് പഠിക്കും? വിൽ ടോക്ക് അബൌട്ട്
ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് ദ ബോഡി. ഈ ഒരു ഇൻഫെക്ഷൻസ് എന്നൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളെ പറ്റി നമ്മൾ പറയും. പിന്നെ നമ്മൾ പറയുന്നത് എന്തിനെ പറ്റിയാണ്? 2 മേജർ ഡിസീസസ്. 1 among the infectious category എയ്ഡ്സിനെ പറ്റി സംസാരിക്കും. 1 among the non-infectious category cancer. Okay, there are 2 deadly diseases. അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കും. പിന്നീട് നമ്മൾ we'll talk about addictions. Addictions are also things that can cause a health issues ഉണ്ടാക്കുന്നതാണ്. Okay, so we'll talk about alcohol, drug issues പോലുള്ള കാര്യങ്ങളും സംസാരിക്കും. So these are the subheadings under which we'll be discussing. Is that clear? Clear അല്ലേ? So shall we begin? നമ്മൾ ഓരോ ഡിസീസായിട്ട് എടുത്തെടുത്ത് പറയാം. സോ ഡോക്ടേഴ്സ് ആയ നിങ്ങൾ അങ്ങനെ ആ ഒരു മൈൻഡിൽ ഒന്ന് പഠിക്കാൻ നോക്കും. ഓക്കെ, ഫ്യൂച്ചർ ഡോക്ടറാണ്, എനിക്കിതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്നൊക്കെ ആലോചിച്ച് പഠിക്കുക കേട്ടോ. സോ വിൽ ബിഗിൻ. നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് ബാക്ടീരിയൽ ഡിസീസിനെ പറ്റിയാണ്. സോ ബിഫോർ ഏതൊരു അസുഖം പഠിക്കുകയാണെങ്കിലും നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? നമുക്ക് ഏകദേശം എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു അസുഖത്തിനെ പറ്റി പഠിക്കുമ്പോൾ അറിയേണ്ടത്? ഒരു ഡിസീസ്, ആ ഡിസീസിന് ഒരു കോസേറ്റീവ് ഓർഗാനിസം ഉണ്ട്. ഏതാണ് ആ കോസേറ്റീവ് ഓർഗാനിസം? എങ്ങനെയാണ് ആ അസുഖം ഉണ്ടാകുന്നത്? ഓക്കെ, ആൻഡ് എന്തൊക്കെയാണ് നമുക്ക് വരുന്ന സിംറ്റംസ്? വാട്ട് ആർ ദ സിംറ്റംസ്? എന്തൊക്കെയാണ് വരുന്ന കോംപ്ലിക്കേഷൻസ്? അതിന് മുമ്പ് ഒരു കാര്യം ഉണ്ടായിരുന്നു, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. എങ്ങനെയാണ് ഈ അസുഖം സ്പ്രെഡ് ചെയ്യുന്നത് അല്ലേ? മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ടെസ്റ്റുകൾ, എന്ത് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇവർ ഡയഗ്നോസ് ചെയ്യുക? എന്താണ് ട്രീറ്റ്മെൻറ്റ്? ഈ പറഞ്ഞ ഹെഡിങ്ങിലൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഡിസീസിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, കോസേറ്റീവ് ഓർഗാനിസം, അതുപോലെ തന്നെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, സിംറ്റംസ്, കോംപ്ലിക്കേഷൻ, ടെസ്റ്റ്, ട്രീറ്റ്മെൻറ്റ് ഒക്കെ. ഓക്കെ, ഇനി ഫസ്റ്റ് ഡിസീസ് ആയത് എന്ത് പറയാം നമുക്ക്? വിൽ ടോക്ക് അബൌട്ട് ടൈഫോയിഡ്. ടൈഫോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഓർഗാനിസമാണ് കോസ് ചെയ്യുന്നത്? ഞാൻ അതിനു മുമ്പ് നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക. സാൽമണല്ല ടൈഫി, ഓക്കെ, ടൈഫിയും സാൽമണല്ല ടൈഫി മ്യൂറിയവും സെയിം ആണോ? ആണോ അല്ലയോ? എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. സോ പ്ലീസ് എല്ലാവരും പറയൂ, ഈ സാൽമണല്ല ടൈഫിയും ടൈഫി മ്യൂറിയം സെയിം ആണോ അല്ലയോ? അല്ലെങ്കിൽ രണ്ടുപേരും കോസ് ചെയ്യുന്ന അസുഖം ഏതാണ്? പറയാമോ? മിന്നൽ മുരളി, കൊള്ളാം. യെസ്, ടൈഫോയിഡ് കോസ് ചെയ്യുന്നത് സാൽമണല്ല ടൈഫിയാണ്. സാൽമണല്ല ടൈഫി മ്യൂറിയം എന്താ കോസ് ചെയ്യുന്നത്? യെസ്, പവിത്ര പറഞ്ഞത് ശരിയാണ്. ബോത്ത് ആർ ഡിഫറെൻറ്റ്. ഓക്കെ, രണ്ടുപേരും ഒരേ അസുഖമല്ല കോസ് ചെയ്യുന്നത്. സാൽമണല്ല ടൈഫി മ്യൂറിയം ജസ്റ്റ് കോസസ് എ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്. അത് ജസ്റ്റ് ഒരു സ്റ്റൊമക്കിന് ഒരു ഇൻഫെക്ഷൻ പോലെ ഉണ്ടാവുള്ളൂ. ബട്ട് ടൈഫോയിഡ് ഡിസീസ് സ്പെസിഫിക്കലി ഉണ്ടാക്കുന്നത് ആരാണ്? സാൽമണല്ല ടൈഫിയാണ്. മാറിപ്പോകരുത്, അതിനാണ് അത് സ്പെസിഫിക് ആയിട്ട് പറയുന്നത് കേട്ടോ. ടൈഫി മ്യൂറിയം, ആ ഒരു സാൽമണല്ല ടൈഫി മ്യൂറിയം കോസസ് ജസ്റ്റ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്. ഓക്കെ, ജസ്റ്റ് ഒരു അബ്ഡോമിനൽ ഇൻഫെക്ഷൻ പോലെയൊക്കെ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്മിങ് ബാക്ക് ടു ടൈഫോയിഡ്, കോസേറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് സാൽമണല്ല ടൈഫിയാണ്. എങ്ങനെയാണ് ഈ അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്? ട്രാൻസ്മിഷൻ എങ്ങനെയാണ്? ഈ ഓർഗാനിസമായിട്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡും വാട്ടറും കഴിക്കുമ്പോൾ, ഇൻജസ്റ്റ് ചെയ്യുമ്പോഴാണ് ആ ഓർഗാനിസം എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിലോട്ട് എത്തുന്നത് അല്ലേ? നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ ഓർഗാനിസം, ഈ പറഞ്ഞ പാത്തജൻ നമ്മൾ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ കഴിക്കുമ്പോൾ സ്റ്റൊമക്കിലെത്തും. സ്റ്റൊമക്കിലെ ആസിഡിന് ഇതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഡിസ്ട്രോയ് ചെയ്യാതെ ആയ ഈ പാത്തജൻ നമ്മുടെ ഇൻഡസ്റ്റൈനിലെത്തും. ഇൻഡസ്റ്റൈനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ എപ്പിത്തീരിയൽ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. അവിടുത്തെ എപ്പിത്തീരിയൽ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യുമ്പോൾ അവർക്ക് ടൈഫോയിഡ് അൾസേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവും. ടൈഫോയിഡ് അൾസേഴ്സ് ഉണ്ടാവും. പിന്നെ അവരെന്ത് ചെയ്യും? അവിടുന്ന് ബ്ലഡ് വെസൽസിലേക്ക് അല്ലേ, ബ്ലഡ് വെസൽസിലോട്ട് ഈ പാത്തജൻ അങ്ങോട്ട് എൻട്രി ചെയ്യും. ഓക്കെ, പാത്തജൻ എൻട്രി ചെയ്ത് ബാക്കി നമ്മുടെ ബോഡി ഓർഗൻസിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പം ഇനി സിംറ്റംസ് പറയാം. ഓക്കെ, നമ്മുടെ ബോഡി ബ്ലഡിലൂടെ വേറെ ഓർഗൻസിലേക്കൊക്കെ എത്തി. എന്തൊക്കെയായിരിക്കും സിംറ്റം ഉണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊരു ഇൻഫെക്ഷനാണ് അല്ലേ? അപ്പോൾ ഒരു ഇൻഫെക്ഷൻ, ഒരു ബാക്ടീരിയ, ഒരു ഇൻഫെക്ഷൻ വന്നാൽ നമുക്ക് എന്തായാലും എന്തുണ്ടാവും? ഫീവർ ഉണ്ടാവും. സോ നമുക്ക് എന്തുണ്ട്? ഹൈ ഫീവർ ഉണ്ടാവും. 39 to 40 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടുള്ള സസ്റ്റെയിൻഡ് ഫീവർ ഉണ്ടാവും. അങ്ങനെയുള്ള ജനറൽ സിംറ്റംസ് ഉണ്ടാവും. ജനറൽ സിംറ്റംസ് ലൈക്ക് എന്തൊക്കെയാണ്? സസ്റ്റെയിൻഡ് ഹൈ ഫീവർ ഉണ്ടാവും, വീക്ക്നെസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഹെഡ് ഏക്ക് ഒക്കെ ഉണ്ടാവും. ഇത് കൂടാണ്ട് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിലാണ് അല്ലേ, ആ ഒരു ട്രാക്റ്റിലാണ് അസുഖം വരുന്നത്. അപ്പം അങ്ങനെയുള്ള സിംറ്റംസ് അല്ലേ ഉണ്ടാവുക? സ്റ്റൊമക് പെയിൻ ഉണ്ടാവാം,
കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം, ലോസ് ഓഫ് അപ്പറ്റൈറ്റ് ഉണ്ടാവും, വിശപ്പൊന്നും ഉണ്ടാവില്ല, ഒന്നും കഴിക്കാൻ തോന്നില്ല. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ഉണ്ടാകുന്ന സിംറ്റംസ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാനാണ് അങ്ങനെ പറഞ്ഞു തരുന്നത്. ഓക്കെ, കുറച്ച് ജനറൽ സിംറ്റംസ്. ഒരു ഇൻഫെക്ഷൻ വന്നാൽ നോർമലി ഉണ്ടാവുന്ന പോലെ നല്ല ഹൈ ഫീവർ, സസ്റ്റെയിൻഡ് ഹൈ ഫീവർ ഉണ്ടാവും, 39 to 40 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. നല്ല വീക്ക്നെസ് ഉണ്ടാവും, ടയേർഡ് ആയിരിക്കും, ഹെഡേക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ആ സിസ്റ്റം സ്പെസിഫിക് ആയിട്ട് സ്റ്റമക് പെയിൻ, കോൺസ്റ്റിപ്പേഷൻ, ലോസ് ഓഫ് അപ്പറ്റൈറ്റ് പോലെയുള്ള സിംറ്റംസ് ഉണ്ടാവും. ക്ലിയർ ആണോ? ഇനി 2 കോംപ്ലിക്കേഷൻസ് ആണ് നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ പറയുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് കോംപ്ലിക്കേഷൻസ്? ഇൻഡസ്റ്റൈനൽ പെർഫറേഷൻ, പിന്നെ വളരെ സിവിയർ ആയി കഴിഞ്ഞാൽ ഡെത്ത് വരെ ഉണ്ടാവാന്ന് പറയുന്നത്. ഈ ഇൻഡസ്റ്റൈനൽ പെർഫറേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഈ അൾസർ ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും? ആ ഒരു ഇൻഡസ്റ്റൈനൽ ലൈനിങ്ങിൻ്റെ എപ്പിത്തീലിയം തിന്നായി എന്തുണ്ടാവും? ഇത് പൊട്ടിയിട്ട് എന്തുണ്ടാവും? ഈ ബാക്ടീരിയയും ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫീക്കൽ മാറ്റർ ഒക്കെ സ്റ്റൊമക്കിലെത്തും. ഓക്കെ, അപ്പോൾ ആ ഇൻഡസ്റ്റൈനൽ പെർഫറേഷൻ എന്ന് പറയുന്ന കോംപ്ലിക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? സോ ഇൻഡസ്റ്റൈനൽ പെർഫറേഷൻ ആൻഡ് ഈവൻ കോംപ്ലിക്കേറ്റഡ് ആയ ഡെത്ത് വരെ ഉണ്ടാവും. ഓക്കെ, പിന്നെ ടെസ്റ്റ് ഏത് ടെസ്റ്റാണ്? വൈഡാൽ അല്ലേ? വൈഡാൽ ടെസ്റ്റാണ് ഇതിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നത്. അതൊരു ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ ബേസിസിലുള്ളതാണ്, വെരി സ്പെസിഫിക് ആണ്. സോ വൈഡാൽ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നത്. സോ കോസറ്റീവ് ഓർഗാനിസം പറഞ്ഞു, കണ്ടാമിനേറ്റഡ് ഫുഡിലൂടെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് പറഞ്ഞു, സിംറ്റംസ് പറഞ്ഞു, ജനറൽ സിംറ്റംസും അബ്ഡോമിനൽ സിംറ്റംസും പറഞ്ഞു, കോംപ്ലിക്കേഷൻ പറഞ്ഞു, പെർഫറേഷനോ ഡെത്ത് വരെ ഉണ്ടാവും. ആൻഡ് ടെസ്റ്റ് എന്താണ്? വൈഡാൽ ടെസ്റ്റ് ആണ്. പിന്നെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് നിങ്ങളുടെ ലെവലിൽ ജസ്റ്റ് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാം. പനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് പൈറക്സിയ എന്നും വിളിക്കും. അപ്പോൾ ആൻറ്റിബയോട്ടിക് ഏജൻറ്റ്സ്, ഓക്കെ, പനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള മരുന്നുകളും കൊടുക്കാം. അത്രയൊക്കെ മതി നിങ്ങളുടെ ലെവലിൽ കേട്ടോ, ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കൊടുക്കാമെന്ന് പറയാം. ഇനി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കേസ് ഉണ്ട് നമ്മുടെ ടൈഫോയിഡിൽ. ഓക്കെ, ഏതാണ്? ടൈഫോയിഡ് മേരി എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ, ടൈഫോയിഡ് മേരി എന്ന് പറയുന്ന ഒരു കേസ് അല്ലേ? സോ പുള്ളിക്കാരത്തി ആരായിരുന്നു? പണ്ട് കാലത്ത് ഒരു ജയിലിലെ കുക്കായിരുന്നു. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിച്ചു വെച്ചാൽ ആ ജയിലിലുള്ള എല്ലാ പ്രിസണേഴ്സിനും ടൈഫോയിഡ് അസുഖം വന്ന് പലരും ഡെത്തായി പോകും. ആൻഡ് നോബഡി അണ്ടർസ്റ്റുഡ് വൈ. പിന്നെയാണ് മനസ്സിലായത് ഈ ടൈഫോയിഡ് മേരി എന്ന് പറയുന്ന ആൾ ഈ ടൈഫോയിഡ് ഡിസീസിൻ്റെ കാരിയർ ആയിരുന്നു. ഓക്കെ, ടൈഫോയിഡ് ഡിസീസിൻ്റെ കാരിയർ ആയിരുന്നു. അവരുടെ ശരിക്കുള്ള പേര് മേരി മെല്ലൻ എന്നാണ്. അന്നേരം എന്തുണ്ടായി? അവർ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡും വാട്ടറും എല്ലാം ഇതിലൂടെ ഇങ്ങനെ ഈ ഓർഗാനിസം വന്ന് കണ്ടാമിനേറ്റഡ് ആയതുകൊണ്ടാണ് അത് കഴിക്കുന്നവർക്ക് ഈ അസുഖം വന്നിട്ട് ഡെത്തായി പോയതൊക്കെ. ഓക്കെ, അപ്പോൾ ഈ കാരിയർ ആവുന്നത് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ ഓർഗാനിസംസ് ബ്ലഡിലെത്തിയെന്ന്. ഈ ബ്ലഡിൽ നിന്ന് കുറച്ച് ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഗോൾ ബ്ലാഡറിലോട്ട് പോയിട്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കും. അത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ സിംറ്റംസ് ഒന്നും ഉണ്ടാക്കില്ല, പകരം അത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിലോട്ട് ഈ പറഞ്ഞ ബാക്ടീരിയനെ റിലീസ് ചെയ്യും. അപ്പം നമ്മൾ ആ കാരിയറിൻ്റെ ഫീക്കൽ മാറ്ററൊക്കെ ഈ ഡിസീസ് ഈ ഓർഗാനിസം കാരണം കണ്ടാമിനേറ്റഡ് ആയിരിക്കും. അപ്പോൾ അവർ പ്രോപ്പർ ഹൈജീൻ ഒന്നും പാലിച്ചില്ലെങ്കിൽ ദേ ക്യാൻ ട്രാൻസ്മിറ്റ് ദ ഡിസീസ് ടു അതർ പീപ്പിൾ. ഓക്കെ, സോ അങ്ങനെയാണ് ആ ഒരു ട്രാൻസ്മിഷൻ നടക്കുന്നത്. സോ ഇസ് ദാറ്റ് ക്ലിയർ? ടൈഫോയിഡ് നല്ല ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? നമുക്ക് അടുത്ത ഡിസീസിലേക്ക് പോവാം. അടുത്തത് നമുക്ക് പറയാനുള്ളത് എന്താണ്? ന്യൂമോണിയ. ഓക്കെ, ന്യൂമോണിയ എന്നൊരു കണ്ടീഷനെ പറ്റിയാണ്. ഇപ്പം എല്ലാവരും ഈ ലോക്ക്ഡൗൺ പീരീഡിൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ, കോവിഡ് ന്യൂമോണിയ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അപ്പോൾ എന്താണ് ന്യൂമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ന്യൂമോണിയ ബാക്ടീരിയൽ ആയിട്ടും വരാം, വൈറലായിട്ടും വരാം. ഇവിടെ നമ്മൾ പറയുന്നത് ബാക്ടീരിയൽ ന്യൂമോണിയനെ പറ്റിയാണ്. ഓക്കെ, അത് പറയുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് എന്ത് പറയാം? കുറച്ച് ലങ്സിൻ്റെ അനാറ്റമി ഒക്കെ പറഞ്ഞ് തുടങ്ങാം അല്ലേ? നമ്മുടെ നേസൽ പാസേജ് അവിടെ നിന്ന് താഴേക്ക് വരുന്നു, ട്രക്കിയ ബൈഫർക്കേറ്റ് ചെയ്യുന്നു, 2 ബ്രോങ്കൈ ആകുന്നു, പ്രൈമറി ബ്രോങ്കൈ. അത് പിന്നെ ബ്രാഞ്ച് ചെയ്ത് മൾട്ടിപ്പിൾ ബ്രോങ്കിയോൾസ് ആവുന്നു. എന്നിട്ട് അതെന്ത് ചെയ്യുന്നു? അവസാനം ഒരു ആൽവിയോളൈ സാക്കിൻ്റെ അവിടെ ടെർമിനേറ്റ് ചെയ്യുന്നു അല്ലേ? ടെർമിനൽ ബ്രോങ്കിയോൾസ് എന്ന് ആൽവിയോളൈയുടെ അവിടെ വന്ന് ടെർമിനേറ്റ് ചെയ്യുന്നു, ബ്ലഡ് വെസൽസ്. ഓക്കെ, അപ്പോൾ ഈ സ്ഥലത്താണ് എന്ത് നടക്കുന്നത്? ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അപ്പോൾ ഈ ആൽവിയോളൈൻ്റെ ലെവലിൽ ഇൻഫെക്ഷൻ വരുമ്പോഴാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ന്യൂമോണിയ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ആൽവിയോളൈയുടെ ലെവലിലാണ്, ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ ലെവലിലാണ് വരുന്നത് ഇൻഫെക്ഷൻ. അന്നേരം എന്തുണ്ടാവും? ഈ പറഞ്ഞ ആൽവിയോളൈൻ്റെ ഉള്ളിലൊക്കെ ഫ്ലൂയിഡ് വന്ന് നിറയും. ഓക്കെ, ഫ്ലൂയിഡ് വന്ന് നിറഞ്ഞാൽ എന്തുണ്ടാവില്ല? പ്രോപ്പറായിട്ടുള്ള ഗേഷ്യസ് എക്സ്ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ ഈ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് സിംറ്റംസ് ആലോചിക്കാം. അതിനു മുമ്പ് കോസറ്റീവ് ഓർഗാനിസം നമുക്ക് പറയാം. ഏതാണ് ആ കോസറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആൻഡ് ഹീമോഫില്ലസ് ഇൻഫ്ലുവൻസയാണ് മോസ്റ്റ് കോമൺ ആയിട്ട് ഏത് കോസ് ചെയ്യുന്നത്? ബാക്ടീരിയൽ ന്യൂമോണിയ കോസ് ചെയ്യുന്നത്. സോ ഞാൻ ന്യൂമോണിയ എന്താന്ന് പറഞ്ഞു? ആൽവിയോളാർ. ആ ലെവലിൽ ഇൻഫെക്ഷൻ വരുമ്പോഴാണ് നമ്മൾ ന്യൂമോണിയ എന്ന് പറയുക. അന്നേരം എന്തുണ്ടാവും? ദ ആൽവിയോളാർ സാക്ക്, ദ എയർ ഫിൽഡ് സാക്സ്, ഇറ്റ് ഗെറ്റ്സ് ഫിൽഡ് വിത്ത് ഫ്ലൂയിഡ്. അപ്പം നമുക്ക്
എന്തൊക്കെ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ സിംറ്റംസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ജനറൽ സിംറ്റംസ് ലൈക്ക് എന്തുണ്ടാവും? പനി ഉണ്ടാകാം, ഓക്കെ, തലവേദന ഉണ്ടാകാം, അതിൻ്റെ കൂടെ എന്തുണ്ടാകും? കോഫ് ഉണ്ടാകും അല്ലേ? നല്ല സിവിയർ ആകുമ്പോൾ എന്തുണ്ടാകും? നല്ല റെസ്പിറേറ്ററി ഡിഫിക്കൽട്ടി വരാം. ആൻഡ് ഇൻ സിവിയർ കേസസ് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് പ്രോപ്പറായിട്ട് ഗേഷ്യസ് എക്സ്ചേഞ്ച് ഇല്ല, ബോഡിയിൽ ഓക്സിജൻ ഇല്ല. അങ്ങനെ ഓക്സിജനൊക്കെ കുറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഫിംഗർ ടിപ്സും അതുപോലെ തന്നെ ലിപ്സ് എല്ലാം ഒരു ബ്ലൂയിഷ് ടു ഗ്രേഷ് ഡിസ്കളറേഷൻ വരും. എന്ത് സംഭവിക്കും? കോംപ്ലിക്കേഷൻ ആണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഈ ഫിംഗർ നെയിൽസ് ലിപ്സ് എല്ലാം ഗ്രേ ടു ബ്ലൂയിഷ് ഡിസ്കളറേഷൻ വരും. ആ ഒരു കണ്ടീഷനാണ് നമ്മൾ സയനോസിസ് എന്ന് വിളിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ കോംപ്ലിക്കേറ്റഡ് ആവാം. സോ സിംറ്റംസ് ആയി, കോംപ്ലിക്കേഷൻസ് ആയി. ട്രാൻസ്മിഷൻ എങ്ങനെയാണ് അത് ട്രാൻസ്മിറ്റഡ് ആവുന്നത്? ഒരു ഒരാളായിട്ട് നമ്മൾ പേഷ്യൻ്റായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവർ കോഫ് ചെയ്താലോ സ്നീസ് ചെയ്താലോ എയറോസോൾസ് വഴി, ഓക്കെ, എയറോസോൾസ് വഴി അല്ലെങ്കിൽ അവർ തൊട്ടിട്ടുള്ള ഈ പറഞ്ഞ അവർ യൂസ് ചെയ്ത യൂട്ടൻസിൽസോ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും എന്ത് പറ്റാം? ഷെയറിങ് ഓഫ് ദീസ് യൂട്ടൻസിൽസ്, ഓൾ ദീസ് തിങ്സ് ക്യാൻ ഓൾസോ റിസൾട്ട് ഇൻ സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. അങ്ങനെ നമ്മൾ പറഞ്ഞു. ഇനി ട്രീറ്റ്മെൻറ്റ് കോംപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞു. ഈ ബ്ലൂയിഷ് ഡിസ്കളറേഷനൊക്കെ വരാൻ സിവിയർ കേസിൽ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ലെവലിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. ബാക്ടീരിയൽ ഡിസീസ് ആകുമ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ആണ് കൊടുക്കുക. പിന്നെ ഓക്സിജൻ്റെ അളവൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓക്സിജൻ കൊടുക്കും. പനി വരുമ്പോൾ നമ്മൾ ആൻറ്റിപയററ്റിക് കൊടുക്കും. പാരസെറ്റമോൾ ഒരു ആൻറ്റിപയററ്റിക്കാണ്. നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ എവിടെയോ പഠിക്കുന്നില്ലേ അല്ലേ? ഓക്കെ. സോ ഇത്രയും പറയുന്നതോടുകൂടെ നമ്മുടെ ന്യൂമോണിയ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇസ് ദാറ്റ് ക്ലിയർ? ഇത്രയും ഈ 2 ബാക്ടീരിയൽ ഡിസീസസ് ആണ് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ഇത് കൂടാണ്ട് അവർ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകുന്ന കുറച്ച് അസുഖങ്ങളുണ്ട്. അതിലൊന്നാണ് ഡിസെൻട്രി എന്ന് പറയുന്നത്. ഡിസെൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിനെ എഫക്റ്റ് ചെയ്യുന്നൊരു ഇൻഫെക്ഷനാണ്. ആൻഡ് അത് കോസ് ചെയ്യുന്ന ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിജല്ലയാണ്. ചിലപ്പം ചോദിക്കാം, ഓക്കെ, ഷിജല്ലയാണ്. ഡിസെൻട്രിയിൽ എന്തുണ്ടാവും? ബ്ലഡ് ഉണ്ടാവും, സ്റ്റൂൾസിൽ ബ്ലഡ് ഉണ്ടാവും. അതാണ് ഡിസെൻട്രി എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഷിജല്ലയാണ് ആ ബാക്ടീരിയ കോസിങ് ഡിസെൻട്രി. പ്ലേഗ് കോസ് ചെയ്യുന്ന ഓർഗാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെർസീനിയ പെസ്റ്റിസ് ആണ്. ഓക്കെ, യെർസീനിയ പെസ്റ്റിസ് എന്ന് പറഞ്ഞ ഓർഗാനിസമാണ് എന്ത് ചെയ്യുന്നത്? പ്ലേഗ് കോസ് ചെയ്യുന്നത്. അതുപോലെ ഡിഫ്തീരിയ കോസ് ചെയ്യുന്ന ഓർഗാനിസമാണ് എന്ത്? കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ. ഓക്കെ, ജസ്റ്റ് ഒരു എക്സ്ട്രാ എന്നുള്ള രീതിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം അതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പറയുന്നതോടുകൂടെ ബാക്ടീരിയൽ ഡിസീസസ് തീർന്നു. ഓക്കെ, നമ്മുടെ NCERT ടെക്സ്റ്റിലെ ബാക്ടീരിയൽ ഡിസീസസിൻ്റെ പോർഷൻസ് ഒക്കെ കഴിഞ്ഞു. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇനി വിൽ മൂവ് ഓൺ ടു വൈറൽ ഡിസീസസ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ വൈറൽ ഡിസീസ് ഇവിടെ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നത് വളരെ വളരെ കോമൺ ആയി നിങ്ങൾക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരിക്കലെങ്കിലും വന്നിട്ടുണ്ടാവും. എന്താ? സാധാ കോൾഡ്. ഓക്കെ, കോമൺ കോൾഡ്. അതാണ് വളരെ കോമൺ ആയ വൈറൽ ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, കോമൺ കോൾഡ് ഇസ് എ വൈറൽ ഡിസീസ്. അപ്പം അത് കോസ് ചെയ്യുന്ന വൈറസ് ഏതാണ്? വിച്ച് ഇസ് ദ വൈറസ് ദറ്റ് കോസസ് കോമൺ കോൾഡ്? ഏതാണ്? റൈനോ വൈറസ് അല്ലേ? റൈനോ വൈറസ് ആണ് എന്ത് കോസ് ചെയ്യുന്നത്? കോമൺ കോൾഡ് കോസ് ചെയ്യുന്നത്. ഓക്കെ, സോ അൺലൈക്ക് ന്യൂമോണിയ, നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് ന്യൂമോണിയ പറഞ്ഞതല്ലേ? ന്യൂമോണിയ എവിടെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? ഈ ആൽവിയോളൈയുടെ ഒക്കെ ലെവലിലാണ് അല്ലേ? ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിലാണ്. നേരെ മറിച്ച് നമ്മുടെ കോമൺ കോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു നേസൽ പാസേജും ഈ ഒരു അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ആ ഒരു ലെവലിൽ നിൽക്കും അവരുടെ ഒരു ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണ്? ഒരു അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ഇൻഫെക്ഷനാണ്. ഓക്കെ, കോമൺ കോൾഡ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചേ, സിംറ്റംസ് എന്ന് പറഞ്ഞത് എന്തൊക്കെയായിരിക്കും കോമൺ കോൾഡിൽ? ചിന്തിച്ചാൽ തന്നെ കിട്ടൂലേ? മൂക്ക് അടയും, മൂക്കൊലിപ്പ് ഉണ്ടാകും, തൊണ്ടവേദന ഉണ്ടാകും, തൊണ്ടയ്ക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാകും, ശബ്ദമൊക്കെ മാറും, ചുമ ഉണ്ടാവും അല്ലേ? പനി ഉണ്ടാവും, തലവേദന ഉണ്ടാവും. ഇത്രയൊക്കെ തന്നെയാണ് സിംറ്റംസ് എന്ന് പറയുന്നത്. നല്ല ടയർഡായിരിക്കും. അങ്ങനെ തന്നെ ആലോചിച്ചാൽ നിങ്ങൾക്കൊരു കോൾഡ് വരുമ്പോൾ എന്തൊക്കെ സിംറ്റം ഉണ്ടാവും അത്രേ ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? സിംറ്റംസ് എന്തൊക്കെയാണ്? നമുക്ക് നേസൽ കഞ്ചഷൻ ഉണ്ടാവും. ഓക്കെ, നല്ലോണം കഫം കെട്ടി നിൽക്കുന്ന പോലെയൊക്കെ തോന്നും. മൂക്കൊലിപ്പ് ഉണ്ടാവും, ഡിസ്ചാർജ് ഉണ്ടാവും, സോർ ത്രോട്ട് ഉണ്ടാവും, നല്ല തൊണ്ടവേദന ഉണ്ടാവും, ഹോഴ്സ്നെസ് ഉണ്ടാവും, സൗണ്ടൊക്കെ മാറും. പിന്നെ കോഫ് ഉണ്ടാവും, ഹെഡ് ഏക്ക് ഉണ്ടാവും, ടയർഡ്നെസ് ഉണ്ടാവും. യൂഷ്വലി ഒരു വൈറൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു 3 to 7 days ആണ് ലാസ്റ്റ് ചെയ്യാറ്. ഓക്കെ, ഇവിടെയും നമ്മുടെ ന്യൂമോണിയ ഒക്കെ പോലെ തന്നെ ഇൻഫെക്ഷൻ എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്? ഡ്രോപ്ലെറ്റ്സ് വഴിയാണ്. ഓക്കെ, അവർ സ്നീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ കോഫ് ചെയ്യുമ്പോൾ ഒക്കെ എന്തുണ്ടാകും? അത് വേറൊരാൾക്ക് സ്പ്രെഡ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇവർ യൂസ് ചെയ്തിട്ടുള്ള യൂട്ടൻസിൽസ് അല്ലെങ്കിൽ പെന്ന്, ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോഴും നമ്മുടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യും. ഇസ് ദാറ്റ് ക്ലിയർ?
ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇതാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ആക്ച്വലി പറയുന്ന ഒരേ ഒരു വൈറൽ ഡിസീസ് എന്ന് പറയുന്നത്. അല്ലാണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വൈറൽ ഡിസീസസ് എന്ന് പറഞ്ഞാൽ ചിക്കൻ ബോക്സ് എന്താണ്? ഒരു വൈറൽ ഡിസീസാണ്. അത് കോസ് ചെയ്യുന്ന ഓർഗാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? വാരിസെല്ല സോസ്റ്റർ എന്ന് പറഞ്ഞൊരു ഓർഗാനിസമാണ്. പിന്നെ വേറെ ഒരെണ്ണം വളരെ ഇപ്പോൾ നിങ്ങൾ അറിയേണ്ട എന്ന് പറഞ്ഞാൽ ഏതാണ്? കോവിഡ് അല്ലേ? കോവിഡ് എന്ന് പറയുന്നത് കോസ് ചെയ്യുന്ന ഓർഗാനിസം ഏതാണ്? SARS-CoV-2 എന്ന് പറയുന്നൊരു വൈറസാണ് കോസ് ചെയ്യുന്നത് കേട്ടോ. സാഴ്സ് കൊറോണ വൈറസ് അങ്ങനെയായാലും മതി, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. സോ ഇതാണ് എന്ത് വൈറൽ ഡിസീസസിലെ കോമൺ കോൾഡ് എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ കോമൺ കോൾഡും കഴിഞ്ഞ് എന്തിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്? പ്രോട്ടോസോവൻസ് എഫക്റ്റ് ചെയ്യുന്ന അസുഖങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. പ്രോട്ടോസോവൻസ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഒന്ന് റിവൈസ് ചെയ്തേ. ഏത് കിങ്ഡത്തിലാണ് പെടുന്നത് പ്രോട്ടോസോവൻസ്? ആരെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ. സംബഡി പ്ലീസ് പറയൂ. പ്രോട്ടോസോവൻസ് ഏത് കിങ്ഡമിലാണ് വരുന്നത്? ഓർമ്മയുണ്ടോ? എനിബഡി റിമെമ്പർ? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആരെങ്കിലും പറയട്ടെ. എന്താണ്? ഏത് കിങ്ഡമാണ്? കിങ്ഡം പ്രൊട്ടിസ്റ്റയാണ് കേട്ടോ. കിങ്ഡം പ്രൊട്ടിസ്റ്റയിലാണ് എന്ത് വരുന്നത്? വീണ്ടും മിന്നൽ മുരളി ആരാണാവോ അജ്ഞാതൻ. എനിവേ കിങ്ഡം പ്രൊട്ടിസ്റ്റയാണ് എന്തെന്ന് പറയുന്നത് ആ ഒരു കാറ്റഗറി, പ്രോട്ടോസോവൻസ് പെടുന്ന കാറ്റഗറി. അതിൽ ഈ പറഞ്ഞ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ആ ഒരു ജീനസിൽ പെടുന്ന സ്പീഷീസുകളാണ്. ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് പ്ലാസ്മോഡിയം ആണ് എന്ത്? ദ കോസറ്റീവ് ഓർഗാനിസം ഓഫ് മലേറിയ. സോ ഏതൊക്കെയാണ് ആ പ്ലാസ്മോഡിയം സ്പീഷീസ് എന്ന് പറയുന്നത്? വി ഹാവ് പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. ഒരെണ്ണം കൂടിയുണ്ട്, ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ, പ്ലാസ്മോഡിയം നോളസി. ഓക്കെ, അങ്ങനെ ഒരെണ്ണം കൂടിയുണ്ട്. ഇതിൽ ഏറ്റവും ഡെഡ്ലി ആയിട്ടുള്ള സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാസ്മോഡിയം സ്പീഷീസ് ഏതാണ്? പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം, വിച്ച് ഇസ് ദ മോസ്റ്റ് സീരിയസ് ആൻഡ് ഫേറ്റൽ വൺ. അവർ കോസ് ചെയ്യുന്ന മാലിഗ്നൻറ്റ് മലേറിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ വളരെ ഫേറ്റലാണ്. ഓക്കെ, സോ ഇസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ ഏറ്റവും കൂടുതൽ ഫേറ്റൽ ആയിട്ടുള്ളത് ആരാണ്? ഇറ്റ് ഈസ് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. ഓക്കെ, ഇനി ഈ അസുഖം എങ്ങനെയാണ് ട്രാൻസ്മിറ്റഡ് ആവുന്നത്? നേരത്തെ നമ്മൾ കണ്ടാമിനേറ്റഡ് ഫുഡ് കഴിച്ചിട്ട് ട്രാൻസ്മിറ്റ് ആവുന്നതും എയറോസോൾസ് വഴി ട്രാൻസ്മിറ്റ് ആവുന്നതൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ ആരാണ്? കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഒരു വെക്റ്റർ ഉണ്ട്, ഒരു ട്രാൻസ്മിറ്റിംഗ് ഏജൻറ് ഉണ്ട്. ഈ കോസറ്റീവ് ഓർഗാനിസംസിനെ നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കുന്ന ഒരു ട്രാൻസ്മിറ്റിംഗ് ഏജൻറ് ഉണ്ട്. അതിനെയാണ് നമ്മൾ വെക്റ്റർ എന്ന് വിളിക്കുന്നത്. ഏതാണ് ആ വെക്റ്റർ? വിച്ച് ഇസ് ദാറ്റ് വെക്റ്റർ? വി ഹാവ് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ. We have female anopheles mosquito. ഓക്കെ, ആ കൊതുകാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ വെക്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നത്. യെസ്, ഒരെണ്ണം കൂടിയുണ്ട്, പ്ലാസ്മോഡിയം ഒവൈലുണ്ട്. അതാരാ പറഞ്ഞത്? എഗെയിൻ മിന്നൽ മുരളി പറഞ്ഞത് ശരിയാണ്, ഒവൈലും കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സ്പീഷീസാണ് എന്ത് കോസ് ചെയ്യുന്നത്? മലേറിയ കോസ് ചെയ്യുന്നത്. വെക്റ്റർ എന്ന് പറയുന്നത് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ്. സോ ഈ പറഞ്ഞ ഇവരുടെ ഒരു ട്രാൻസ്മിഷനും ആ ഒരു സിംറ്റംസും ഒക്കെ ഉണ്ടാവുന്നത് കറക്റ്റായിട്ട് മനസ്സിലാവണമെങ്കിൽ യു ഷുഡ് നോ ദ ലൈഫ് സൈക്കിൾ. സോ അതാണ് നമ്മളിനി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ലൈഫ് സൈക്കിൾ ഓഫ് എ പ്ലാസ്മോഡിയം, ആ ഒരു സ്പീഷീസിൻ്റെ. ഓക്കെ, പ്ലാസ്മോഡിയം ജീനസിൽ പെടുന്ന സ്പീഷീസിൻ്റെ ലൈഫ് സൈക്കിളാണ് പറയാൻ പോകുന്നത്. സോ ഒരു കൊതുകെടുക്കാം. ഓക്കെ, ആ കൊതുകിന് ഓൾറെഡി എന്തുണ്ട്? നമ്മുടെ ഈ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം ഏജൻറ്റ് അത് ഇൻഫെക്റ്റഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു മൊസ്കിറ്റോ വന്ന് ഒരു നോൺ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഹ്യൂമനെ ബൈറ്റ് ചെയ്യുമ്പോൾ അവർ സ്പോറോസോയിറ്റ്സ് എന്ന് പറഞ്ഞ സ്റ്റേജിലാണ്. ഏത് സ്റ്റേജിലാണുള്ളത്? സ്പോറോസോയിറ്റ്സ് എന്ന് പറഞ്ഞ സ്റ്റേജിലാണ്. ആ ഒരു ഇൻഫെക്റ്റീവ് സ്റ്റേജിലുള്ള ആ ഒരു പ്ലാസ്മോഡിയത്തിനെയാണ് നമ്മുടെ ഈ മൊസ്കിറ്റോ ഒരു ഹ്യൂമൻ ബീയിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അതെന്ത് ചെയ്യും? നമ്മുടെ ബ്ലഡ് വഴി നേരെ ലിവറിലേക്കാണ് പോകുന്നത്. ആദ്യം ബ്ലഡിലെത്തുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, നേരെ ലിവറിലേക്കാണ് എത്തുന്നത്. ഇനി ഈ ലിവറിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? ഈ സ്പോറോസോയിഡ് സ്റ്റേജിലുള്ള പാരസൈറ്റിന് ദേ അണ്ടർഗോ എ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അവർക്ക് എന്ത് സംഭവിക്കുന്നു? എ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ സംഭവിക്കുന്നു. എന്നിട്ട് ആ ഒരു സെക്ഷുവൽ റീപ്രൊഡക്ഷൻ സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻട്രാ ഹെപ്പാറ്റിക്.
ഹെപ്പാറ്റിക് എന്ന് പറഞ്ഞാൽ ലിവർ, ഇൻട്രാ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ലിവർ. അപ്പോൾ ഇൻട്രാ ഹെപ്പാറ്റിക് ഷൈസോഗണി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇൻട്രാ ഹെപ്പാറ്റിക് ഷൈസോഗണി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, അപ്പോൾ ആ അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പാരസൈറ്റ്, ഈ സ്പോറോസോയിഡ് സ്റ്റേജിലുള്ള പാരസൈറ്റ് ഒരു ലിവർ സെല്ലിനെ ഇൻഫെക്റ്റ് ചെയ്യും, ലിവർ സെല്ലിൻ്റെ അകത്തോട്ട് കയറും. എന്നിട്ട് എന്തുണ്ടാവും, ഇതിങ്ങനെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഒത്തിരി അധികം പുതിയ ഈ ഒരു സ്പോറോസോയിഡ്സിനെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യും, ഈ ലിവർ സെല്ലിൻ്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി മീറോസോയിഡ്സ് എന്ന് പറഞ്ഞ സ്റ്റേജിലാണുള്ളത് കേട്ടോ. മീറോസോയിഡ്സ് എന്ന് പറഞ്ഞ സ്റ്റേജിലാണ് ഈ ലിവർ സെല്ലിൻ്റെ അകത്തൊക്കെ ഉണ്ടാകുന്നത്. ആൻഡ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പാരസൈറ്റ് എസെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്ത് ഈ സെല്ലിൻ്റെ അകത്ത് നിറയുമ്പോൾ സെല്ല് ബേസ്റ്റ് ചെയ്യും. സെല്ല് ബേസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് ബ്ലഡിലോട്ട് എൻട്രി ചെയ്യും. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്, രണ്ടാമത് മെയിനായിട്ട് ബ്ലഡിലോട്ട് ഈ ഓർഗാനിസം എത്തുന്നത്. സോ ഇനി ബ്ലഡിലെത്തിയിട്ട് എന്ത് സംഭവിക്കും, എഗെയിൻ ഇറ്റ് അണ്ടർഗോസ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ. വീണ്ടും എന്ത് സംഭവിക്കും, എസെക്ഷൽ റീപ്രൊഡക്ഷൻ സംഭവിക്കും. ഇവിടെ നമ്മൾ എന്ത് വിളിക്കും, എറിത്രോസൈറ്റിക്, അതായത് RBCൻ്റെ ഉള്ളിൽ നടക്കുന്ന എസെക്ഷൽ റീപ്രൊഡക്ഷൻ, ഷൈസോഗണി എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ വീണ്ടും RBCയുടെ ഉള്ളിൽ കയറിയ ഈ ഒരു പാരസൈറ്റ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കും. എഗെയിൻ RBC പൊട്ടും. RBCs ബേസ്റ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ ഓർഗാനിസത്തിനെ റിലീസ് ചെയ്യും ബ്ലഡിലോട്ട്. സോ ഈ RBCs ബേസ്റ്റ് ചെയ്യുമ്പോൾ അവർ ഒരു ടോക്സിൻ റിലീസ് ചെയ്യുന്നുണ്ട്. അവർ റിലീസ് ചെയ്യുന്ന ടോക്സിൻ ഏതാണ്, ഹീമോസോയിൻ. ഹീമോ മീൻസ് സംതിങ് റിലേറ്റഡ് ടു ബ്ലഡ് എന്നുള്ള രീതിയിൽ ആലോചിച്ച് വെച്ചോളൂ കേട്ടോ. ഹീമോസോയിൻ എന്ന് പറയുന്ന ഒരു ടോക്സിൻ റിലീസ് ചെയ്യുന്നുണ്ട്. ആ ടോക്സിൻ കാരണമാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ഈ ഫീവർ സിംറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ സൈക്കിൾ ഓഫ് RBCs ഇങ്ങനെ പൊട്ടുമ്പോൾ നമുക്ക് ബൗട്ട്സ് ഓഫ് ഫീവർ ഉണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് സിംറ്റം എന്ന് പറയുന്നത് എങ്ങനെയാണ്, എപ്പിസോഡിക് ആയിട്ടാണ്. ഓക്കെ, ഫ്യൂ ഡേയ്സ് കൂടുമ്പോഴാണ് നമുക്ക് സിംറ്റംസ് വരുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പം സൈക്കിൾസ് ഓഫ് ഫീവർ ആൻഡ് അതർ സിംറ്റംസ് ആയിട്ടാണ് ഉണ്ടാവുക. ഈ RBCs ബേസ്റ്റ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന ടോക്സിൻ ഹീമോസോയിൻ. സോ ഇനി ഇതിൽ തന്നെ നമ്മുടെ എന്ത് സംഭവിക്കും, ഈ ഒരു പാരസൈറ്റ് അവർ ഗാമറ്റോസൈറ്റിക് സ്റ്റേജിലേക്ക് പോകും. ഇത് മാത്രം ഈ മീറോസോയിഡ്സ് ഒക്കെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാമറ്റോസൈറ്റുകളായിട്ട് മാറും. അതെ, മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമെറ്റ്സ് ഫോം ചെയ്യും. ചിലത് മാത്രം സെക്ഷുവൽ സ്റ്റേജസിലോട്ട് പോകും, ഗാമറ്റോസൈറ്റുകളിലോട്ട് പോകും. RBCൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇവർ പോകുന്നത്. എന്നിട്ട് പിന്നെ ഗാമറ്റോസൈറ്റുകൾ റിലീസ് ചെയ്യും. ഈ പറഞ്ഞ ഗാമറ്റോസൈറ്റുകൾ വേറെ ഒരു കൊതുക് വന്ന് എന്ത് ചെയ്തു, കുത്തിയപ്പോൾ അവരുടെ ബോഡിയിലോട്ട് എൻട്രി ചെയ്തു. ആൻഡ് അത് എവിടെ എത്തി, നമ്മുടെ മൊസ്കിറ്റോൻ്റെ ഗട്ടിൻ്റെ ഉള്ളിലെത്തി. നമ്മുടെ മൊസ്കിറ്റോൻ്റെ ഗട്ടിൻ്റെ ഉള്ളിൽ എത്തിക്കഴിയുമ്പോൾ എന്തുണ്ടാവും, അവിടെ വെച്ചിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കും. ഓക്കെ, മോസ്കിറ്റോൻ്റെ ഗട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, സ്പോറോസോയിറ്റ്. നമ്മുടെ ഇൻഫെക്റ്റീവ് സ്റ്റേജ്, ആദ്യം കുത്തിയ ഇൻഫെക്റ്റീവ് സ്റ്റേജായ സ്പോറോസോയിറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഗട്ടിൽ വെച്ചിട്ട് തന്നെയാണ് എന്ത് നടക്കുന്നത്, ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഗട്ടിൽ വെച്ചിട്ട് തന്നെയാണ് എന്ത് നടക്കുന്നത്, ഈ ഇൻഫെക്റ്റീവ് സ്റ്റേജ് ആയിട്ടുള്ള ആ ഒരു സ്പോറോസോയിറ്റ് ആയിട്ട് മാറുന്നത്. ഇനി എന്ത് സംഭവിക്കും, അത് മൈഗ്രേറ്റ് ചെയ്തിട്ട് ആ ഗട്ടിലിരുന്നിട്ട് കാര്യമില്ലല്ലോ, കുത്തുമ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ അത് എവിടെ വരണം, അതിൻ്റെ സലൈവറി ഗ്ലാൻഡിൽ, സലൈവയിലേക്ക് എത്തണം അല്ലേ. അപ്പോൾ ഇറ്റ് മൈഗ്രേറ്റ്സ്, എന്നിട്ട് തിരിച്ച് മുകളിലോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ട് സലൈവറി ഗ്ലാൻഡിൽ വന്ന് കിടക്കും. ആര്, സ്പോറോസോയിറ്റ്. എന്നിട്ട് എന്ത് ചെയ്യും, വേറൊരാളെ പോയി കുത്തുമ്പോൾ that person, this sporozoid get transmitted to that person's blood. So is that clear? അപ്പോൾ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷുഡ് ഐ റിപ്പീറ്റ് ദ സൈക്കിൾ, വേണ്ടല്ലോ, shall I continue? ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഏത് സ്റ്റേറ്റിലാണ് ഇത് നമ്മുടെ ഈ പറഞ്ഞ ഓർഗാനിസം പാരസൈറ്റ് നമ്മൾ ബൈറ്റ് ചെയ്യുന്നുള്ളത്. ഓക്കെ, സ്പോറോസോയിറ്റ് ആയിട്ടുള്ള സ്റ്റേജിലാണ് നമ്മുടെ ഹ്യൂമൻസിനോട്ട് ഇൻഫെക്റ്റ് ചെയ്യുന്നത്. ഇൻഫെക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്പോറോസോയിറ്റ്സ് ആണ്. ഏത് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷനാണ് ലിവറിൽ നടക്കുന്നത്, എസെക്ഷൽ റീപ്രൊഡക്ഷനാണ് നടക്കുന്നത്. ഏത് റീപ്രൊഡക്ഷനാണ് RBCസിൽ നടക്കുന്നത്, അവിടെയും എസെക്ഷൽ റീപ്രൊഡക്ഷനാണ് നടക്കുന്നത്. ഒന്ന് ഇൻട്രാ ഹെപ്പാറ്റിക് ഷൈസോഗണിയും ഒന്ന് എറിത്രോസൈറ്റിക് സൈക്കിളാണ്. എറിത്രോസൈറ്റിക് ഷൈസോഗണി നൽകാൻ ചിലർ മാത്രം എന്തുണ്ടാവും, അവർ ഗാമറ്റോസൈറ്റുകൾ ഫോം ചെയ്യും RBCൻ്റെ ഉള്ളിൽ തന്നെ. ഓക്കെ, ആ ഗാമറ്റുകൾ ആരാണ് എടുക്കുക, അപ്പോൾ കൊതുക് ഏത് സ്റ്റേജിലാണ് എടുക്കുന്നത്, വിച്ച് സ്റ്റേജ്, in the stage of gametocytes ആണ് the mosquito takes a blood meal. ഓക്കെ, അപ്പോൾ അത് ചോദിക്കാം.
ആൻഡ് ആ എടുക്കുന്ന സ്റ്റേറ്റിൽ നിന്ന് എവിടെ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്? മൊസ്കിറ്റോസ് ഗട്ട്. ആൻഡ് വേർ ഇസ് ദിസ് ഇൻഫെക്റ്റീവ് സ്റ്റേജ് ഫോംഡ്? ഇറ്റ് ഓൾസോ ഹാപ്പൻസ് ഇൻ ദ മൊസ്കിറ്റോസ് ഗട്ട്. ആൻഡ് ടു വെയർ ഡസ് ഇറ്റ് മൈഗ്രേറ്റ്? ടു ദ സെലൈവറി ഗ്ലാൻഡ്. അപ്പോൾ അങ്ങനെയുള്ള പോയിന്റ്സ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. സോ ജസ്റ്റ് റിമെമ്പർ ദോസ് പോയിന്റ്സ്. ആൻഡ് നമ്മൾ പറഞ്ഞു ഇപ്പോൾ ലൈഫ് സൈക്കിൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? സിംറ്റംസ് വരുന്ന എപ്പോഴാണ്? ഈ ദ ടോക്സിൻ റിലീസ്ഡ്, ഹീമോസോയിൻ അല്ലേ? അപ്പോൾ ആ ഒരു ടോക്സിൻ റിലീസ് ചെയ്യുമ്പോൾ RBCs ബേസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് സിംറ്റംസ് ഉണ്ടാകുന്നത്. ബൗട്ട്സ്, സൈക്കിൾസ് ഓഫ് ഫീവർ ആൻഡ് അതർ സിംറ്റംസ് ഉണ്ടാകുന്നത്. സോ അതാണ് സിംറ്റം ഉണ്ടാകുന്ന കാര്യങ്ങളെ പറ്റി നിങ്ങൾ അറിയേണ്ടത്. ട്രീറ്റ്മെൻറ്റ് റിഗാർഡിങ് മലേറിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വേ ഔട്ട് ഓഫ് ദിസ് ടെക്സ്റ്റ് ബുക്ക്. അത് നിങ്ങൾക്കൊന്നും പറഞ്ഞാലേ മനസ്സിലാവില്ല, കുറേ റെജിമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, പക്ഷേ ടെസ്റ്റ് നമുക്ക് ഏത് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത് പറയാം. ഓക്കെ, നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യും? ബ്ലഡ് സ്ലൈഡുകൾ പ്രിപ്പയർ ചെയ്യും. ബ്ലഡ് സ്ലൈഡ് നമ്മൾ ഒരു പേഷ്യൻ്റ്, ഇൻഫെക്റ്റഡ് ആയ ആളുടെ ബ്ലഡ് എടുത്തിട്ട് ഒരു ഗ്ലാസ് സ്ലൈഡിൻ്റെ മുകളിൽ ഇങ്ങനെ സ്മിയർ പ്രിപ്പയർ ചെയ്തിട്ട് അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ RBCസിൻ്റെ ഉള്ളിൽ എസെക്ഷൽ റീപ്രൊഡക്ഷൻ അണ്ടർഗോ ചെയ്യുമ്പോൾ ദിസ് ഓർഗാനിസം ഇറ്റ് ഗോസ് ത്രൂ സർട്ടൻ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ്. ഓക്കെ, ദ ഓർഗാനിസം ഗോസ് ത്രൂ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ഇൻസൈഡ് ദ RBC. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേജുകളെ ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? മലേറിയൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാം. സോ അതിൽ വളരെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ സിഗ്നറ്റ് റിംഗ് അപ്പിയറൻസ് ആണ്. സിഗ്നറ്റ് റിംഗ് അപ്പിയറൻസ്. ഈ പോയിന്റ്സ് ഒക്കെ ഞാൻ ഫസ്റ്റ് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഇപ്പോഴത്തെ പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെ ഫ്രണ്ടിൽ ഒരു QR കോഡ് ഉണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് എക്സ്ട്രാ ഇൻഫർമേഷൻസ് അതിൽ പറയുന്നുണ്ട്. സോ വെനെവർ പോസിബിൾ യു ട്രൈ ടു റീഡ് അബൌട്ട് ഇറ്റ്. അപ്പോൾ അങ്ങനെയുള്ള അതിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഒക്കെ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം. സോ എന്തുണ്ട്? ഈ ഒരു സിഗ്നറ്റ് റിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു നമ്മൾ ഈ ഒരു ഇങ്ങനത്തെ സിംഗിൾ നോർമലി നമ്മൾ കാണുന്ന ഒരു റിങ്ങിൻ്റെ ഷേപ്പ്, അതാണ് സിഗ്നറ്റ് റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു RBC എടുത്താൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സിഗ്നറ്റ് റിംഗ് അപ്പിയറൻസ് കാണാം ബ്ലഡ് സ്ലൈഡ് എടുത്ത് സ്റ്റഡി നടത്തിയാൽ. സോ ദാറ്റ്സ് അനദർ പോയിന്റ്. ഓക്കെ, ഏത് സ്റ്റേറ്റിലാണ് നമ്മൾ കാണുക എന്നുള്ളത്. ഓക്കെ, സോ ഇസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മലേറിയ ആയിട്ട് അറിയേണ്ട കാര്യം. കുറച്ച് പേര് ഒന്നും കൂടെ പറയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. സോ ഒന്നുകൂടെ പറയാം. നമുക്ക് നമ്മുടെ സൈക്കിൾ ഓഫ് പ്ലാസ്മോഡിയം സ്പീഷീസ്, സ്റ്റേജസ് ഓഫ് ലൈഫ് സൈക്കിൾ പറയുകയാണെങ്കിൽ ഇത് ഇൻഫെക്റ്റ് ചെയ്യുന്ന സ്റ്റേജ് സ്പോറോസോയിറ്റ് എന്ന് പറഞ്ഞ സ്റ്റേജിലാണ്. അപ്പം ഈ ഒരു കൊതുകിൻ്റെ ബോഡിയിൽ സെലൈവറി ഗ്ലാൻഡിൽ ഓൾറെഡി സ്പോറോസോയിറ്റ്സ് ഉണ്ട്. അതെന്ത് ചെയ്യും? ഈ പറഞ്ഞ മൊസ്കിറ്റോ ഒരു ഹ്യൂമണിനെ ബൈറ്റ് ചെയ്യുമ്പോൾ അവരുടെ ബോഡിയിലേക്ക് എത്തും. ആ സ്പോറോസോയിറ്റ് സ്റ്റേജിൽ അത് ബ്ലഡിലൂടെ നേരെ ലിവറിലോട്ട് പോകും. ലിവറിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? ഇൻട്രാ ഹെപ്പാറ്റിക് ഷൈസോഗണി, അതായത് ലിവറിൽ വെച്ചിട്ട് എസെക്ഷൽ റീപ്രൊഡക്ഷൻ സംഭവിക്കുന്നു. എസെക്ഷൽ റീപ്രൊഡക്ഷൻ സംഭവിക്കുമ്പോൾ ഒരു ലിവർ സെല്ലിൻ്റെ അകത്ത് കയറിയിട്ട് അവർ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കുന്നു. അങ്ങനെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് എന്ത് സംഭവിക്കും? ഇത് അങ്ങോട്ട് പൊട്ടിയിട്ട് ഈ പറഞ്ഞ ഓർഗാനിസം ബ്ലഡിലോട്ട് റിലീസ് ചെയ്യും. ബ്ലഡിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യും? നേരെ RBCസിനെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. RBCസിൻ്റെ അകത്ത് കയറിയിട്ട് അവിടെയും കിടന്ന് എസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തും. RBCസിൻ്റെ അകത്ത് ഈ എസെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നിട്ട് വീണ്ടും ഇത് നിറഞ്ഞ് പൊട്ടും. ഇവർ പൊട്ടുമ്പോൾ എന്ത് ചെയ്യും? ഒരു ഹീമോടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഏതാണ് ആ ഹീമോടോക്സിൻ? ഹീമോസോയിൻ എന്ന് പറയുന്നൊരു ടോക്സിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് എന്തുണ്ടാക്കുന്നത്? നമുക്ക് ഈ ഒരു സൈക്കിൾസ് ഓഫ് സിംറ്റംസ് ഉണ്ടാക്കുന്നത്, ഒരു സൈക്കിൾസ് ഓഫ് ഫീവർ ആൻഡ് ബാക്കിയുള്ള സിംറ്റംസ് ഉണ്ടാക്കുന്നത് ആ ഒരു ടൈമിലാണ്. അത് കൂടാണ്ട് ചില RBCസിൽ ഈ പാരസൈറ്റ്, ഈ ഒരു ഓർഗാനിസം കയറി കഴിഞ്ഞാൽ ദേ അണ്ടർഗോ സെക്ഷൽ സ്റ്റേജസിലോട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. സെക്ഷൽ സ്റ്റേജസിലോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ദേ ഫോം ദ മെയിൽ ആൻഡ് ദ ഫീമെയിൽ ഗ്യാമറ്റ്. അപ്പോൾ ബ്ലഡിൽ ഈ പറഞ്ഞ മെയിൽ ഗ്യാമറ്റ് ഫീമെയിൽ ഗ്യാമറ്റ് ഒക്കെ ഉണ്ട്. ഇത് ഒരു വേറെ നോൺ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു മൊസ്കിറ്റോ വന്നിട്ട് ബൈറ്റ് ചെയ്യുമ്പോൾ അവരുടെ ബോഡിയിലേക്ക് എത്തിയില്ലേ? അവരുടെ മൗത്തിൽ നിന്ന് അത് അവരുടെ ഗട്ടിലോട്ട് എത്തി. ഒരു മൊസ്കിറ്റോൻ്റെ ഗട്ടിലോട്ട് ഈ ഗ്യാമറ്റുകൾ എത്തി. ആ ഗട്ടിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കും? ഫെർട്ടിലൈസേഷൻ സംഭവിക്കും. ഗട്ടിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു പുതിയ ഓർഗാനിസം എന്ന് പറയുന്നത് അത് ഇൻഫെക്റ്റീവ് സ്റ്റേജിലോട്ട് മെച്യൂർ ചെയ്യും. ആ ഇൻഫെക്റ്റീവ് സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പോറോസോയിറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഈ സ്പോറോസോയിറ്റ്സ് പിന്നീട് ഗട്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് സെലൈവറി ഗ്ലാൻഡിൽ പോകും. സെലൈവറി ഗ്ലാൻഡിൽ പോയിട്ട് അതെന്ത് ചെയ്യും? പുതിയ ഒരു ആളെ പോയിട്ട് ഈ ഒരു മൊസ്കിറ്റോ ഇൻഫെക്റ്റ് ചെയ്യും. ഇസ് ദറ്റ് ക്ലിയർ?
അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിലും സൈക്കിൾസ്, ഹ്യൂമൻ ബീയിങ്ങിലും അവരുടെ ലൈഫ് സൈക്കിൾ ഉണ്ട്, മൊസ്കിറ്റോയിലും ലൈഫ് സൈക്കിൾ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ഡൈജനറ്റിക് ലൈഫ് സൈക്കിൾ എന്ന് വിളിക്കും. 2 ഹോസ്റ്റുള്ള ലൈഫ് സൈക്കിളാണ്. ആൻഡ് ഈ ഹ്യൂമൻ ഹോസ്റ്റിൽ എന്തേ നടക്കുന്നുള്ളൂ, സെക്ഷുവൽ റീപ്രൊഡക്ഷനെ നടക്കുന്നുള്ളൂ. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോയിലാണ്. ഐ ഹോപ്പ് നൗ എവറിത്തിങ് ഇസ് ക്ലിയർ റിഗാർഡിങ് ദ ലൈഫ് സൈക്കിൾ. ഓക്കെ, ആൻഡ് നമ്മൾ ബ്ലഡ് സ്ലൈഡ് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യുക. വി ക്യാൻ സീ ദറ്റ് സിഗ്നറ്റ് റിംഗ് അപ്പിയറൻസ് ഓക്കെ ഇൻസൈഡ് ദ RBC. ഇറ്റ്സ് എ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് ഓഫ് ദിസ് പ്ലാസ്മോഡിയം. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോ അതാണ് മലേറിയ. ദറ്റ്സ് വാട്ട് യു ഷുഡ് നോ റിഗാർഡിങ് മലേറിയ. ഇനി മറ്റൊരു പ്രോട്ടോസോവൻ ഡിസീസ് പഠിക്കാം. ഓക്കെ, ഇവിടെ ഈ മലേറിയയുടെ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ സ്പോറോസോവൻ എന്ന് പറഞ്ഞാൽ, പ്രോട്ടോസോയിൽ തന്നെ സ്പോറോസോവൻ എന്ന് പറഞ്ഞ ഒരു ക്ലാസിൻ്റെ ഉള്ളിൽ പെടുന്നതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് പ്രോട്ടോസോവൻ ഡിസീസ് ദറ്റ് വി ആർ ഗോയിങ് ടു ലേൺ ഇസ് റിഗാർഡിങ് അമീബിക് ഡിസെൻട്രി അല്ലെങ്കിൽ അമീബിയാസിസ്. ഓക്കെ, ഞാൻ നേരത്തെ ഡിസെൻട്രി എന്ന് പറഞ്ഞ ടേം എക്സ്പ്ലെയിൻ ചെയ്തു. എന്താണ് ഡിസെൻട്രി എന്ന് പറഞ്ഞാൽ? ബ്ലഡി ഡയറിയ, അതായത് ബ്ലഡ് മിക്സ്ഡ് ആയിട്ടുള്ള ബ്ലഡ് ഉള്ള സ്റ്റൂൾസ് വരുമ്പോൾ, ഓക്കെ, ബ്ലഡ് ആൻഡ് മ്യൂക്കസ് ഉള്ള സ്റ്റൂൾസ് വരുന്ന കണ്ടീഷനാണ് നമ്മൾ ഡിസെൻട്രി എന്ന് വിളിക്കുക. അപ്പോൾ അമീബിക് ഡിസെൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറയുന്ന ഒരു ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിസെൻട്രിയാണ്. ഓക്കെ, സോ ദ കോസറ്റീവ് ഓർഗാനിസം എന്താണ്? എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. ആ ഒരു പ്രോട്ടോസോവനാണ് എന്തുണ്ടാക്കുന്നത്? ഈ പറഞ്ഞ അമീബിയാസിസ് അല്ലെങ്കിൽ അമീബിക് ഡിസെൻട്രി ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് സിംറ്റംസ് ആലോചിക്കാം. സിംറ്റംസ് ആലോചിച്ചാൽ ഇത് ഗ്യാസ്ട്രോ എങ്ങനെയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? അത് ആദ്യം പറയാം. എങ്ങനെയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഈ ഈച്ച, ഓക്കെ, ഹൗസ് ഫ്ലൈസ് ആണ് ഇവിടുത്തെ മെക്കാനിക്കൽ കാരിയേഴ്സ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഓർഗാനിസംസ് ഉള്ള ഫീക്കൽ മാറ്ററിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്പേസിലൊക്കെ പോയിട്ട് അവിടുന്ന് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഈച്ച വന്നിട്ട് വേറെ ഫുഡ് മെറ്റീരിയൽസിലൊക്കെ ഇരുന്നിട്ട് അങ്ങനത്തെ കണ്ടാമിനേറ്റഡ് അൺഹൈജീനിക് ഫുഡൊക്കെ കഴിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള അമീബിക് ഡിസെൻട്രി വരുന്നത്. സോ ഹൗസ് ഫ്ലൈ ഇസ് ദ മെക്കാനിക്കൽ കാരിയർ. സോ എന്തായിരിക്കും സിംറ്റംസ്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിനെ എഫക്ട് ചെയ്യുന്ന ഒരു അസുഖമാണല്ലോ. ഒബ്വിയസ്ലി ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സിംറ്റംസ് ആൻഡ് വി നോ ഡിസെൻട്രി. അപ്പോൾ എന്തായിരിക്കും? സ്റ്റൂൾസ് വിത്ത് എക്സസ് മ്യൂക്കസ് ആൻഡ് ബ്ലഡ്. സ്റ്റൂൾസ് വിത്ത് എക്സസ് മ്യൂക്കസ് ആൻഡ് ബ്ലഡ്. ബ്ലഡ് ഉണ്ടാവും സ്റ്റൂൾസിൽ. ഡിസെൻട്രി എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് ആലോചിക്കുക. ഓക്കെ, ആൻഡ് നല്ല ബ്ലഡും ഇതൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും നല്ല അബ്ഡോമിനൽ പെയിനും ക്രാംസും ഒക്കെ ഉണ്ടാവും അല്ലേ. സംടൈംസ് കോൺസ്റ്റിപ്പേഷനും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് സിംറ്റംസ് എന്നുള്ള രീതിയിൽ അറിഞ്ഞിരിക്കേണ്ടത്. നിങ്ങൾക്ക് പെട്ടെന്ന് സിംറ്റംസ് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, സോ അതാണ് നമുക്ക് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക ആൻഡ് അമീബിക് ഡിസെൻട്രിയിൽ പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോട്ടോസോവൻ ഡിസീസസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 2 വേം ഇൻഫെക്ഷൻസ് ആണ്. വേംസ് കാരണം, ഓക്കെ, ഹെൽമിൻസ് കാരണം വരുന്ന ഇൻഫെക്ഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറയുന്നത് ഏതാണ്? എസ്കാരിയാസിസ്. എസ്കാരിയാസിസ് എന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷനാണ് നമ്മൾ പഠിക്കുന്നത്. സോ വാട്ട് ഈസ് ദ ഓർഗാനിസം ദാറ്റ് ഈസ് കോസിങ് ദ എസ്കാരിയാസിസ്? അസ്കാരിസ് ലംബ്രിക്കോയിഡ്സ്. ഓക്കെ, അസ്കാരിസ് ലംബ്രിക്കോയിഡ്സ് എന്ന് പറയുന്ന കോസറ്റീവ് ഓർഗാനിസം ആണുള്ളത്. അസ്കാരിസ് ലംബ്രിക്കോയിഡ്സ്. ഓക്കെ, ഈ പറഞ്ഞ ഓർഗാനിസം കാരണമാണ് എസ്കാരിയാസിസ് ഉണ്ടാവുന്നത്. ഇവിടെയും എന്താണ് സംഭവിക്കുന്നത്? ഈ പറഞ്ഞ എസ്കാരിസ് എന്ന് പറയുന്നത് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വേംസ് എല്ലാം നമ്മുടെ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിൽ ഉണ്ടാവും. അവരവിടെ തന്നെയാണ് അവരുടെ ലൈഫ് സൈക്കിളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫീക്കൽ മാറ്ററിൽ നമ്മൾ എന്തുണ്ടാവും? അൺഹൈജീനിക് ആയിട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഫീക്കൽ മാറ്ററിൽ എഗ്ഗുകളൊക്കെ റിലീസ്ഡ് ആയിട്ടുണ്ടാവും. എന്തായാലും എഗ്ഗ് ഉണ്ടാവും. അപ്പോൾ ഈ അൺഹൈജീനിക് ആയിട്ട് ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ മണ്ണിലൊക്കെ കളിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവരുടെ ഹാൻഡ്സ് കണ്ടാമിനേറ്റഡ് ആയിട്ട് അങ്ങനെയാണ് എത്തുന്നത്. ഓക്കെ, അപ്പം ദാറ്റ്സ് ദ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫീക്കോ ഓറലി തന്നെയാണ്. ഫീക്കോ ഓറലി ആണ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഓക്കെ, സോ ഒന്ന് ആലോചിച്ച് നോക്കി. ഇറ്റ്സ് എ വേം കോസിങ് ഇൻഫെക്ഷൻ ഇൻ യുവർ ഇൻഡസ്റ്റൈനൽ ട്രാക്ട്. അപ്പോൾ അതെന്ത് ചെയ്യും? ഈ വേംസ് ചെന്നിട്ട് നമ്മുടെ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിൽ അവിടെ ഇവിടെയൊക്കെ ചെന്നിട്ട് ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് കിടക്കും. ഓക്കെ, ആഷ് ഹെൽമിന്തസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണ് വരുന്നത്. ഐ ഹോപ്പ് യു റിമെമ്പർ ദാറ്റ്. അപ്പോൾ ഇതിങ്ങനെ ട്രാക്കിലൊക്കെ അറ്റാച്ച്ഡ് ആയിട്ട് കിടന്നിട്ട് അവിടുന്ന് ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്യും. ഓക്കെ, അവിടുന്ന് ബ്ലഡ് എല്ലാം അബ്സോർബ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തുണ്ടാകും? അനീമിയ ഉണ്ടാവുമല്ലോ. അനീമിയ ഉണ്ടാവും. ചിലപ്പോൾ ബ്ലീഡിങ്, അത് എന്നിട്ട് അവിടുന്ന് ഡിറ്റാച്ച്ഡ് ആയ എന്തുണ്ടാവും? ആ സ്ഥലത്ത് ബ്ലീഡിങ് ഉണ്ടാവും. ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാവാം, പെയിൻ ഉണ്ടാവാം, ഇൻഫെക്ഷൻ ആണ്, ഒരു ഫീവർ ഉണ്ടാകാം. ആൻഡ് വലിയ വേംസ് ഒക്കെ ആണെങ്കിൽ ഇറ്റ് ക്യാൻ കോസ് ഒബ്സ്ട്രക്ഷൻ
ഇൻറ്റസ്റ്റൈനിൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവും, കുറേ വേംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് വോണ്ട് അലൗ ദ ഫീക്കൽ മാറ്റർ ടു പാസ്. സോ ഇറ്റ് കോസസ് ബ്ലോക്കേജ് ഓഫ് ദ ഇൻറ്റസ്റ്റൈനൽ പാസേജ്. സോ ഐ ഹോപ്പ് യു ഹാവ് എൻ ഐഡിയ. ഓരോ സിംറ്റം വരുമ്പോഴും യു അണ്ടർസ്റ്റാൻഡ് ഹൗ ദീസ് സിംറ്റംസ് കം. അപ്പോൾ അത് മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? സോ ഇറ്റ് കോസസ്, അതിങ്ങനെ സക്ക് ചെയ്ത് നിൽക്കുകയാണ്, ഇൻഫെക്ഷനാണ്, ഫീവർ ഉണ്ടാവും, വൈറലാണ് ഇൻഫെക്ഷൻ, പെയിൻ ഉണ്ടാവാം. പിന്നെ എന്തുണ്ടാവും, അവിടെ അറ്റാച്ച് ചെയ്ത് നിന്നിട്ട് ഡിറ്റാച്ച് ചെയ്യുമ്പോൾ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവാം, കുറേ ബ്ലഡ് ലോസ് ഉണ്ടായ അനീമിയ ഉണ്ടാവും, വലിയ വേംസ് ഒക്കെ ഉണ്ട്, അത് വന്ന് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ കോസ് ഈവൻ ബ്ലോക്കേജ് ഓഫ് ഇൻറ്റസ്റ്റൈനൽ പാസേജ്. ഓക്കെ, ആൻഡ് ഹൗ ഇസ് ദ ട്രാൻസ്മിഷൻ? ഞാൻ പറഞ്ഞു, ദ എഗ്സ് ഓഫ് ദീസ് പാരസൈറ്റ്സ് അത് ഫീസസിലൂടെയൊക്കെ എക്സ്ക്രീറ്റ് ചെയ്യും. അങ്ങനെ കണ്ടാമിനേറ്റഡ് ആയ സോയിൽ, വാട്ടർ, പ്ലാന്റ്സിലൂടെയൊക്കെയാണ് വി അക്വയർ ദ ഇൻഫെക്ഷൻ. സോ ദാറ്റ്സ് റിഗാർഡിങ് അസ്കാരിയാസിസ്. ആൻഡ് ഇവരുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആൻറ്റി ഹെൽമിന്തിക് ഡ്രഗാണ്. സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ അതൊരു ഡ്രഗാണ്, നിങ്ങൾ വേണമെങ്കിൽ അറിഞ്ഞിരുന്നോളൂ. ഓക്കെ, ആൽബൻഡസോൾ. ആൽബൻഡസോൾ എന്ന് പറഞ്ഞൊരു ഡ്രഗാണ്. ഫ്യൂച്ചർ ഡോക്ടേഴ്സ് എന്നുള്ള രീതിയിൽ കുറച്ച് എക്സൈറ്റ്മെൻറ്റ് ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ആ ഒരു ഡ്രഗാണ് നമ്മൾ കൊടുക്കുന്നത് അസ്കാരിയാസിസിന്. ഇസ് ദാറ്റ് ക്ലിയർ? സോ അതാണ് അസ്കാരിയാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആലോചിക്കുക, അസ്കാരിയാസിസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. വയറിൻ്റെ ഉള്ളിൽ വേംസ് വന്ന് നിറയുന്ന അസുഖം. ഓക്കെ, അപ്പം അങ്ങനെ ആലോചിച്ചിട്ട് ബാക്കോട് റിവേഴ്സായിട്ട് സിംറ്റംസും കാര്യങ്ങളൊക്കെ ചിന്തിക്കാം. സോ അസ്കാരിസ് ലംബ്രിക്കോയിഡ്സ്. സോ ഇസ് ദാറ്റ് ക്ലിയർ? ഷാൽ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ഡിസീസ്? ഷാൽ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ഡിസീസ്? ഇതുവരെ മനസ്സിലായില്ലേ? ബോറൊന്നും അടിക്കുന്നില്ലല്ലോ? ഓൾറെഡി ക്ലിയർ? സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഫൈലേറിയാസിസ് എന്ന് പറയുന്ന അസുഖമാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് ഫൈലേറിയാസിസ്. അടുത്ത വേം കോസ് ചെയ്യുന്ന ഡിസീസാണ് ഫൈലേറിയാസിസ് എന്ന് പറയുന്നത്. സോ ഫൈലേറിയാസിസ് എന്ന് പറയുന്നതിൻ്റെ കോസിറ്റീവ് ഓർഗാനിസം ആരാണ്? ഈ ഒരു ചിത്രത്തിൽ കാണുന്നില്ലേ, ഇത് തന്നെയാണ് ഫൈലേറിയാസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ. അപ്പോൾ കോസിറ്റീവ് ഓർഗാനിസം എന്ന് പറഞ്ഞത് ഏതൊക്കെയാണ്? വുച്ചറേറിയ, ബാങ്ക്രോഫ്റ്റി, വുച്ചറേറിയ ബാങ്ക്രോഫ്റ്റി ആൻഡ് വുച്ചറേറിയ മലായി. ഈ പറഞ്ഞ 2 ഓർഗാനിസംസ് ആണ് എന്ത് ചെയ്യുന്നത്? ഫൈലേറിയാസിസ് കോസ് ചെയ്യുന്നത്. സോ ഫൈലേറിയാസിസിൻ്റെ മറ്റൊരു പേരെന്താണ്? എലിഫൻറ്റിയാസിസ് എന്നാണ്. ഈ പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് കാണാം, കാലൊക്കെ ഫുൾ ഇങ്ങനെ വലുതായി ആനയുടെ വലിപ്പമുണ്ട്. അങ്ങനെ തന്നെയാണ് അതിന് ആ പേര് കിട്ടിയത്. ഓക്കെ, എലിഫൻറ്റിയാസിസ് എന്നുള്ള പേര് കിട്ടിയത്. സോ എന്താണ് സംഭവിക്കുന്നത്? ഈ വുച്ചറേറിയ ബാങ്ക്രോഫ്റ്റി അല്ലെങ്കിൽ വുച്ചറേറിയ മലായി എന്ന് പറയുന്ന ഫൈലേറിയൽ വേം ഇൻഫെക്ഷൻ സംഭവിക്കും. ഓക്കെ, ഇവിടെയും എങ്ങനെയാണ് ഈ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റഡ് ആവുന്നത്? വെക്ടർ വഴിയാണ്, കൊതുകാണ്. ഓക്കെ, ഫീമെയിൽ ഏത് മൊസ്കിറ്റോ ആണ്? ക്യൂലെക്സ്. ഫീമെയിൽ ക്യൂലെക്സ് മൊസ്കിറ്റോ ആണ്. ക്യൂലെക്സ് ക്വിൻക്വിഫേഷ്യാറ്റസ് എന്നാണ് അതിൻ്റെ ഫുൾ നെയിം, ആവശ്യമില്ല. ക്യൂലെക്സ് മൊസ്കിറ്റോ ആണ് എന്ത് ചെയ്യുന്നത്? ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ ഈ ഓർഗാനിസം, ഈ ഫൈലേറിയൽ വേം നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് എൻറ്റേഴ്സ് ദ ലിംഫാറ്റിക് സിസ്റ്റം. നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിന്, ലിംഫ് വെസൽസിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അവിടെ ബ്ലോക്കൊക്കെ ഉണ്ടായിട്ട് എന്തുണ്ടാവും എന്ന് വെച്ചാൽ നീര് വരും. ഓക്കെ, എഡീമ ഉണ്ടാവും. അവിടെ നിന്ന് നമ്മുടെ ബ്ലഡ് വെസൽസിൽ നിന്നൊക്കെ ഫ്ലൂയിഡ് പുറത്തോട്ട് വന്ന് നിറയും. അങ്ങനെയാണ് ഈ കാലിൻ്റെ പുറത്തേക്കൊക്കെ ഫുൾ ഫ്ലൂയിഡ് വന്ന് നിറഞ്ഞ് ഇത്ര വലുതാവുന്നത്. ആൻഡ് ആ ഫ്ലൂയിഡ് അവിടെ ഇങ്ങനെ കുറേ കാലം കിടന്നു കഴിയുമ്പോൾ അതിങ്ങനെ സോളിഡിഫൈഡ് ഒക്കെ ആയിട്ട് ഹാർഡൻഡ് ആയിട്ടാണ് ഈ പറഞ്ഞൊരു എലിഫൻറ്റ് ലെഗ് ലൈക്ക് അപ്പിയറൻസ് കിട്ടുന്നത്. അങ്ങനെയാണ് ഈ അസുഖത്തിന് എന്ത് പേര് കിട്ടുന്നത്? എലിഫൻറ്റിയാസിസ് എന്ന് പേര് കിട്ടുന്നത്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഫൈലേറിയാസിസ്. സോ ഏത് സിസ്റ്റത്തിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? ലിംഫാറ്റിക് വെസൽസിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഇറ്റ് കോസസ് ക്രോണിക് ഇൻഫ്ലമേഷൻ. അങ്ങനെയാണ് ഈ ഒരു ഗ്രോസ് ഡിഫോമിറ്റീസ് ഉണ്ടാകുന്നത്. ഇറ്റ് ക്യാൻ ഈവൻ എഫക്ട് ദ ജെനിറ്റൽ ഓർഗൻസ്. ഈ പിക്ചറിൽ കാണുന്നില്ല നിങ്ങൾക്ക്, ശരിക്കും ആ ഒരു പേഷ്യൻ്റെ സ്ക്രോട്ടം ഒക്കെ ഫുൾ സ്ക്രോട്ടൽ എഡീമ വന്ന് നിറഞ്ഞിരിക്കുകയാണ്, നല്ല നീര് വന്നിട്ടുണ്ട് കേട്ടോ. സോ ദാറ്റ് ഇസ് എ കണ്ടീഷൻ. എഗെയിൻ ഇവിടെ നമ്മൾ എന്താണ് ആൻറ്റി ഹെൽമെറ്റിക് ഡ്രഗ്സ് ഒക്കെയാണ് കൊടുക്കുക. യു ഡോണ്ട് ഹാവ് ടു ലേൺ അബൌട്ട് ദാറ്റ്, അത്ര അറിഞ്ഞാൽ മതി. ഓക്കെ, സോ ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഹൗ എലിഫൻറ്റിയാസിസ് ഉണ്ടായി ആൻഡ് ദ ഓർഗാനിസംസ് ആർ ക്ലിയർ. ഓക്കെ, ഇനി നമുക്ക് വളരെ കോമൺ ആയിട്ട് കാണുന്ന മറ്റൊരു കാറ്റഗറി ഇൻഫെക്ഷൻസിലോട്ട് പോവാം. റിംഗ് വർം. വളരെ മിസ്ലീഡിംഗ് ആയിട്ടുള്ളൊരു വേർഡാണ് റിംഗ് വർം എന്ന് പറയുന്നത്. ഇസ് റിംഗ് വർം കോസ്ഡ് ബൈ എ വർം? ഇസ് റിംഗ് വർം കോസ്ഡ് ബൈ എ വർം? ആണോ? പറയൂ, ആണോ റിംഗ് വർം എന്ന് പറയുന്നത് വേംസ് ആണോ കോസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാമല്ലേ ആ ഒരു പിക്ചറിൽ? വൈറ്റ് ഭയങ്കര സ്കെയിലി ആയിട്ടുള്ള പാച്ചസ് ഉണ്ട്. നമുക്ക് NCERT ടെക്സ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ പേഷ്യൻ്റെ ചിൻ്റെ അവിടെ കുറേ പാച്ചസ് പോലെ കാണുന്നില്ലേ? സോ അതെന്താണ് കണ്ടീഷൻ എന്ന് പറയുന്നത്? റിംഗ് വർം ഇസ് ആക്ച്വലി നോട്ട് എ വേം ഇൻഫെക്ഷൻ, മറിച്ച് അതെന്താണ്? ഇറ്റ്സ് എ ഫംഗൽ ഇൻഫെക്ഷൻ. ആൻഡ് വാട്ട് ആർ ദ ഓർഗാനിസംസ് ദാറ്റ് കോസ് ദിസ് ഫംഗൽ ഇൻഫെക്ഷൻ? ദേ ആർ the genera Microsporum, Trichophyton
ആൻഡ് എപ്പിഡെർമോഫൈറ്റൻ. ഈ 3 കാറ്റഗറിയിൽ, ഈ 3 ജനറയിൽ പെടുന്ന ഫംഗസുകളാണ് ഈ പറഞ്ഞ റിംഗ് വാം ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്നത്. യെസ്, എല്ലാവരും ആൻസർ തരുന്നുണ്ട്, ഫംഗൽ ഇൻഫെക്ഷൻ ആണ് എന്നുള്ളതൊക്കെ. കുറച്ച് ഡിലേ ആയിട്ടാണ് നിങ്ങളുടെ ആൻസേഴ്സ് വരുന്നത്. സോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു പോകുന്നത്. എവറിബഡി ഈസ് കറക്റ്റ്. ഓക്കെ, നോയൽ, ഭീഷ്മ എല്ലാവരും കറക്റ്റാണ്. ഓക്കെ, സോ എന്താണ് നമ്മുടെ മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റൻ ആൻഡ് എപ്പിഡെർമോഫൈറ്റൻ ഇവരാണ് കോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ചിത്രത്തിൽ നോക്കിയാൽ തന്നെ കാണാം ഒരു വൈറ്റിഷ് ആയിട്ടുള്ള ഭയങ്കര ഡ്രൈ സ്കെയിലി ആയിട്ടുള്ള ലീഷൻസ് ആണ് ഉണ്ടാകുന്നത്. ആൻഡ് ഈ റിംഗ് വാം എന്നുള്ള പേര് വരാൻ തന്നെ കാരണം വെച്ചാൽ റിംഗ് ഒരു സർക്കുലർ ആയിട്ടുള്ള ലീഷനാണ് അവർക്ക് സ്കിന്നിൽ ഉണ്ടാവുക. അപ്പോൾ ആ ലീഷന് ഒരു സെൻട്രൽ റീജിയനോട് പെരിഫറലി കുറച്ചൊരു തിക്കൻഡ് ആയിട്ടുള്ളൊരു ഡിസ്കളറേഷനുള്ള റീജിയൻ ഉണ്ട്. അങ്ങനെയാണ് ആ ഒരു പേര് വന്നത്, റിംഗ് വേം എന്നുള്ള പേര് വന്നത്. ഓക്കെ, ആൻഡ് ഈ ഡ്രൈ സ്കെയിലിൽ ലീഷൻസ് ഉണ്ടാവും മാത്രമല്ല എന്ത് സിംറ്റമാണ് ഉണ്ടാവുക, നല്ല ഇൻറ്റൻസ് ഇച്ചിങ് ഉണ്ടാവും, ഭയങ്കര ഇച്ചിങ് ആയിരിക്കും ഉണ്ടാവുക. മോസ്റ്റ്ലി ഇത് എപ്പോഴാണ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹോട്ട് ക്ലൈമറ്റിൽ നല്ല മോയ്സ്ചർ കണ്ടൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ ഭയങ്കര സ്വെറ്റിംഗ് ആണെങ്കിലൊക്കെ നമ്മുടെ ഇന്നർ തൈ റീജിയനിൽ, ഗ്രോയിൻ റീജിയനിൽ, ആ ജെനിറ്റേലിയയുടെ സൈഡ്സിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഇൻറ്റർ ഡിജിറ്റൽ റീജിയനിൽ, ആം പിറ്റ്സിൽ, ടോസിൻ്റെ ഇടയിലൊക്കെയാണ് എന്തുണ്ടാവുന്നത്, ഈ ഓർഗാനിസം വന്നിട്ട് ഈ പറഞ്ഞ രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, ആൻഡ് ഹൗ ഡസ് ദിസ് സ്പ്രെഡ്? ഒരു ഇൻഫെക്ഷൻ വന്ന ഒരാളുടെ എന്തെങ്കിലും മെറ്റീരിയൽസ് ലൈക്ക് ടവൽ അല്ലെങ്കിൽ കോംബോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അങ്ങനെയാണ് നമുക്ക് അത് സ്പ്രെഡ് ചെയ്യുന്നത്. സോ അത് നമ്മൾ ആൻറ്റി ഫംഗൽ ഓയിൻമെൻറ്റ്സും ആൻറ്റി ഫംഗൽ മെഡിക്കേഷൻസ് ഒക്കെ കഴിച്ചിട്ടൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ്സ് വെരി കോമൺ ഇൻ ഹോസ്റ്റൽസ് ഉണ്ടാവും. ഇങ്ങനെ ഒരുമിച്ചൊക്കെ താമസിക്കുമ്പോഴേ പെട്ടെന്ന് ഈ പടരും ഈ പറഞ്ഞ റിംഗ് വാം, ആൻറ്റി ഫംഗൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്. സോ ഇസ് ദാറ്റ് ക്ലിയർ? ഈ പറഞ്ഞ റിംഗ് വാം ഇൻഫെക്ഷൻ ക്ലിയർ ആണോ? ആ റിംഗ് ഷേപ്പിലുണ്ടാവും, ഡ്രൈ സ്കെയിലി ലീഷൻ, ഭയങ്കര ഇച്ചിങ്, നല്ല ഹോട്ട് ആൻഡ് നല്ല വാം ആൻഡ് മോയ്സ്ചറൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഉണ്ടാവുക. ആൻഡ് എവിടേക്കാണ് ഉണ്ടാവുന്ന ലൊക്കേഷൻസ് നമ്മൾ പറഞ്ഞില്ലേ, ഇൻറ്റർ ഡിജിറ്റൽ റീജിയൻ, ഇൻ ദ ഗ്രോയിൻ റീജിയൻ, ഇൻ യുവർ ടോസിൻ്റെ ഇടയിൽ, അങ്ങനെ സ്കിൻ ഫോൾഡുകൾ ഉള്ളിടത്തൊക്കെയാണ് ഉണ്ടാവുന്നത്. ആൻഡ് സിംറ്റംസും നമ്മൾ നല്ല ഇച്ചിങ് ഉണ്ടാവും അല്ലേ? ആൻഡ് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്നും പറഞ്ഞു, ട്രീറ്റ്മെൻറ്റും പറഞ്ഞു. സോ അപ്പോൾ നമ്മൾ സോഫാർ നമ്മൾ മേജറായിട്ട് പറയാനുള്ള എല്ലാ ഡിസീസസും കവർ ചെയ്തിട്ടുണ്ട്. എല്ലാം ക്ലിയർ അല്ലേ? കോൺസെപ്റ്റ് അടക്കം ക്ലിയർ അല്ലേ? ഞാൻ അത്രയും നന്നായിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. വേറെ ഡൗട്ടൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. സോ നമ്മളിപ്പോൾ ഇത്രയും അസുഖങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, ചിലത് വാട്ടറിലൂടെ സ്പ്രെഡ് ചെയ്യുന്നു, കണ്ടാമിനേറ്റഡ് ഫുഡിലൂടെ സ്പ്രെഡ് ചെയ്യുന്നു, എയറിലൂടെ സ്പ്രെഡ് ചെയ്യുന്നു, ഷെയറിങ് ഓഫ് യൂട്ടൻസിൽസിലൂടെ സ്പ്രെഡ് ചെയ്യുന്നു. അപ്പോൾ കുറേയും എന്താണ് സത്യത്തിൽ അസുഖങ്ങൾ, ദീസ് ഇൻഫെക്ഷൻസ് ആർ പ്രിവെൻറ്റബിൾ. നമ്മൾ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ ആൻഡ് പബ്ലിക് ഹൈജീൻ വളരെയധികം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈസിലി പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള ഡിസീസസ് ആണ് ഈ പറഞ്ഞതെല്ലാം. സോ അതിൽ കുറച്ച് പോയിന്റ്സ് എന്നുള്ള രീതിയിൽ പറഞ്ഞു തരാണ്. ആസ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ് നിങ്ങളത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളുമാണ് അല്ലേ? സോ എന്തൊക്കെയാണ് നമ്മൾ പേഴ്സണൽ ഹൈജീനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? നല്ല ഡെയിലി ബാത്തിങ് അല്ലേ? ബാത്തിങ്, കീപ്പിംഗ് യുവർ പ്രൈവറ്റ് ദ ജെനിറ്റൽ ഏരിയ വെരി ക്ലീൻ ആൻഡ് നീറ്റ്, ആൻഡ് അതുപോലെ തന്നെ ഡ്രിങ്കിങ് ക്ലീൻ വാട്ടർ, ഈറ്റിംഗ് ഹെൽത്തി ഫുഡ്. ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിയുമ്പോൾ ബി കെയർഫുൾ അല്ലേ, നല്ല അൺഹൈജീനിക് ആയിട്ടുള്ള സ്ഥലത്തൊന്നും കഴിക്കാതിരിക്കുക. പബ്ലിക് ഹൈജീനിൽ ശ്രദ്ധിക്കേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ക്ലീൻ ഹൈജീനിക് ഫുഡ് പ്രിപ്പറേഷൻ, കേറ്ററിംഗ് ഒക്കെ നല്ല ക്ലീൻ ഹൈജീനിക് ആയിട്ട് ചെയ്യണം. വാട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളും, വാട്ടർ റിസോവേഴ്സിലൊക്കെ എന്തായിരിക്കണം, നല്ല ക്ലീൻ ആയിട്ടുള്ള വാട്ടർ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. പിന്നെന്താണ് ഈ ഡിസ്പോസൽ, വേസ്റ്റ് ഡിസ്പോസലിൻ്റെ കാര്യങ്ങളും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈ ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നത് കുറേ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുക? ഈ എയർബോൺ ആയിട്ടുള്ള ഡിസീസസ് ആകുമ്പോൾ ഇപ്പോഴത്തെ കാലത്തൊക്കെയാണ് വി സ്റ്റാർട്ടഡ് വെയറിങ് മാസ്ക് അല്ലേ, അതുകൊണ്ട് തന്നെ കുറേ എയർബോൺ ഡിസീസസ് ഒക്കെ പ്രിവെൻറ്റഡ് ആണ്. ഓക്കെ, ഇനി വേറെ എന്ത് ശ്രദ്ധിക്കാം? സർട്ടൻ ഡിസീസസ് ആർ ട്രാൻസ്മിറ്റഡ് ബൈ വെക്ടേഴ്സ് അല്ലേ? ചിലത് കൊതുക് പോലുള്ള സാധനങ്ങളൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെക്ടർ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വി ഷുഡ് കൺട്രോൾ ദ വെക്ടേഴ്സ് കൺട്രോൾ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പറഞ്ഞ സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള വാട്ടർ ബോഡീസ് ഒക്കെ ഉണ്ടെങ്കിൽ, ചിലപ്പോൾ ടയറിൻ്റെയും അല്ലെങ്കിൽ ചിരട്ടയുടെ ഒക്കെ പാത്രത്തിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കളയണം അല്ലേ? വി ഷുഡ് റിമൂവ് ഓൾ ദി സ്റ്റാഗ്നൻ്റ് വാട്ടേഴ്സ്. പിന്നെ വാട്ടർ ബോഡീസ് ലൈക്ക് പോണ്ട്, വെള്ളിലൊക്കെ ഈ പറഞ്ഞ മോസ്കിറ്റോ ലാർവ ഇടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ. ദർ ഇസ് എ ഫിഷ് കോൾഡ് ആസ് ഗംബൂസിയ. അതിൻ്റെ കോമൺ നെയിം എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് മോസ്കിറ്റോ ഫിഷ്. ഇറ്റ്സ് കോൾഡ് ആസ് മോസ്കിറ്റോ ഫിഷ്. ഓക്കെ,
അപ്പോൾ ഈ മൊസ്കിറ്റോ ഫിഷ് എന്ന് പറയുന്ന ഈ ഗംബൂസിയ നമുക്ക് ഈ പോണ്ടിലൊക്കെ ഇട്ടാൽ ദിൽ പ്രിവെൻറ്റ് ദ ലാർവേസ് ഫ്രം ഫോമിങ് ഇൻസൈഡ് ദ വാട്ടർ ബോഡീസ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ വാട്ടർ ബോഡീസിൻ്റെ മുകളിലൊക്കെ നെറ്റ് വെക്കാം. നമ്മുടെ വീടുകളിലും മൊസ്കിറ്റോ നെറ്റ്സോ അല്ലെങ്കിൽ വിൻഡോസിനും നല്ല മെഷൊക്കെ ഇട്ടിട്ട് ഈ പറഞ്ഞ ഈ കൊതുകുകളൊക്കെ വരുന്നതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദീസ് ആർ ദ മെഷേഴ്സ് ദാറ്റ് ഷുഡ് ബി ടേക്കൺ ടു പ്രിവെൻറ്റ് എന്താ വെക്ടേഴ്സിനോടുള്ള എക്സ്പോഷർ ഉണ്ടാക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സോ ഇസ് ദറ്റ് ക്ലിയർ? ജനറൽ കാര്യങ്ങൾ ഇസ് ഇറ്റ് ക്ലിയർ? സോ ഇനി വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് ഹെൽപ്സ് ഇൻ പ്രിവെൻറ്റിങ് ഡിസീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓബ്വിയസ്ലി വാക്സിനേഷൻസ് ആണ്. ഈവൻ യു ക്യാൻ ഇപ്പം നിങ്ങൾക്ക് മുന്നിൽ തന്നെ എവിഡൻ്റ് ആയൊരു ഇതുണ്ട് അല്ലേ, ബിഫോർ കോവിഡ് വാക്സിനേഷൻസിൻ്റെ ഇൻട്രൊഡക്ഷൻ ആൻഡ് ആഫ്റ്റർ കോവിഡ് വാക്സിനേഷൻ്റെ ഇൻട്രൊഡക്ഷൻ ആ ഡിസീസസിൽ വന്ന ഒരു സിംറ്റം വരുന്നവരുടെ ഒരു റേറ്റും അതുപോലത്തെ കാര്യങ്ങളൊക്കെ നല്ല വ്യത്യാസമില്ലേ. സോ വാക്സിനേഷൻ ഇസ് അനദർ തിങ് ദാറ്റ് ക്യാൻ പ്രിവെൻറ്റ് ഡിസീസസ്. ഓക്കെ, സോ അതിനെപ്പറ്റി നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആയിരിക്കുക, അത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ തന്നെ ആരെങ്കിലും വാക്സിൻ എടുക്കാത്തുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ദ നീഡ് ഓഫ് ടേക്കിംഗ് വാക്സിൻ ആൻഡ് ഡു അക്കോർഡിംഗ്ലി. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ യു ക്യാൻ പ്രിവെൻറ്റ് ഡിസീസസ് ഫ്രം ഒക്കറിങ്. സോ ദാറ്റ്സ് ദ പോയിന്റ്. ആ ഒരു പാരഗ്രാഫിൽ ആ ഒരു കാര്യമാണ് അവർ വളരെ എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. സോ ഐ ഹോപ്പ് യു ഹാവ് ഗോട്ട് എൻ എൻറ്റയർ പിക്ചർ അബൌട്ട് ദ ഡിസീസസ്, എങ്ങനെ ഓരോ ഡിസീസ് പഠിക്കണം അതിൻ്റെ കോൺസെപ്റ്റൊക്കെ. സോ നൗ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. എന്താ നമ്മളിനി പറയാൻ പോകുന്നത്? ഇമ്മ്യൂണിറ്റി. സോ ഞാൻ പറയാം, നമ്മൾ ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ പറഞ്ഞ ലോക്ക്ഡൗൺ പീരീഡിൽ നിങ്ങൾ തന്നെ ആരെങ്കിലും കോവിഡ് പോസിറ്റീവായ ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ടാവും അല്ലേ? മാസ്ക് ഇടാതെ തന്നെ സംസാരിച്ചിട്ടുണ്ടാവും, പലപ്പോഴായും സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷേ എന്ന് വെച്ച് നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വന്നോ? ഇല്ലല്ലോ. എല്ലാവർക്കും ഇൻഫെക്ഷൻ വന്നിട്ടൊന്നുമില്ലല്ലോ. ചിലർക്കെങ്കിലും ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ മലേറിയ ഇൻഫെക്ഷൻ നല്ല സ്പ്രെഡ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയി എന്ന് വിചാരിക്കുക. അവിടെ നിന്ന് നമ്മൾ കുറേ കൊതുക് അടിച്ചു എന്ന് വിചാരിക്കുക. പക്ഷെ എന്നാലും എന്തുണ്ടാവില്ല, നമ്മൾ കൊതുക് അടിച്ചാലും നമുക്ക് ഇൻഫെക്ഷൻ വരണം നിർബന്ധമില്ല. അപ്പോൾ എന്താണ്, വാട്ട് ഈസ് ദാറ്റ് പ്രിവെൻറ്റ്സ് അസ് ഫ്രം ഗെറ്റിംഗ് ദ ഇൻഫെക്ഷൻസ്? അതാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞത്. ദാറ്റ്സ് വാട്ട്സ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, ദ ഓവറോൾ എബിലിറ്റി ഓഫ് ദ ഹോസ്റ്റ് ടു ഫൈറ്റ് ദ ഡിസീസ് കോസിങ് ഓർഗാനിസംസ് കോൺഫേർഡ് ബൈ ദ ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ കുറച്ച് ആക്ടിവിറ്റീസ് കാരണം നമുക്ക് ഈ ഓർഗാനിസംസിൻ്റെ ഒക്കെ ഇൻഫെക്ഷൻ കുറേ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? ഇനി ആ ഇമ്മ്യൂണിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ബ്രോഡ്ലി നമുക്ക് ഇമ്മ്യൂണിറ്റീനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇമ്മ്യൂണിറ്റി രണ്ട് ടൈപ്പ് ഉണ്ട്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അതുപോലെ തന്നെ അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഓക്കെ, അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നോൺ സ്പെസിഫിക് ആണ്. നോൺ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡിഫെൻസ് ആണ്. ഓക്കെ, നേരെ മറിച്ച് അക്വയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാത്തജൻ സ്പെസിഫിക് ആണ്, അത് ആൻറ്റിജൻ സ്പെസിഫിക് ആയിട്ടാണ്. ആൻറ്റിജൻ സ്പെസിഫിക് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആൻറ്റിബോഡി പ്രൊഡക്ഷനൊക്കെയാണ് നടക്കുന്നത്. വിൽ ടോക്ക് അബൌട്ട് ഇറ്റ് ലേറ്റർ. അപ്പോൾ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഈസ് നോൺ സ്പെസിഫിക് ആൻഡ് അത് ഇറ്റ് ഈസ് പ്രസൻറ്റ് ഫ്രം ദ ടൈം ഓഫ് ബർത്ത്. നമുക്ക് ജനിക്കുമ്പോൾ തൊട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റിയാണ് ഈ പറഞ്ഞ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പിന്നീട് കിട്ടുന്നതല്ല, പിന്നീട് നമുക്ക് ലഭിക്കുന്ന ഇമ്മ്യൂണിറ്റീനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. സോ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഈസ് നോൺ സ്പെസിഫിക് ആൻഡ് ഇറ്റ് ഈസ് പ്രസൻറ്റ് ഫ്രം ദ ടൈം ഓഫ് ബർത്ത്. അത് ആരൊക്കെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാരിയേഴ്സ് ആണ് നമുക്ക് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി തരുന്നത്. ഓക്കെ, ബാരിയേഴ്സ് ഒക്കെ പറയുമ്പോൾ എന്താണ്? നമുക്ക് കുറേ കാവലാളുകളുണ്ട് നമ്മുടെ ശരീരത്തിൽ അല്ലേ, നമ്മൾ കുറേ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആ ഒരു ഫേസിൽ തന്നെ എന്താണ് കുറേ എന്താ പറയുക ഇൻഫെക്ഷൻസും കാര്യങ്ങളും പ്രിവെൻറ്റഡ് ആയിരിക്കും. അതും കടന്നു വരുന്നവർ പിന്നെ നെക്സ്റ്റ് ഇതിൽ ഇൻഫെക്ഷൻസ് കോസ് ചെയ്യാൻ സാധ്യതയുള്ളൂ. സോ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ബാരിയേഴ്സ്? ഒന്ന്, വി ഹാവ് ഫിസിക്കൽ ബാരിയർ. പിന്നെ നമുക്ക് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് സെല്ലുലാർ ബാരിയർ ഉണ്ട്. പിന്നെ നമുക്ക് സൈറ്റോകൈൻ ബാരിയേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ 4 തരത്തിലുള്ള ബാരിയേഴ്സാണ് നമുക്കുള്ളത്. ഫിസിക്കൽ, ഫിസിയോളജിക്കൽ, സെല്ലുലാർ ആൻഡ് സൈറ്റോകൈൻ. എന്താണ് ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്? ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ എന്ന് പറയുന്നത് നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ഈ പറഞ്ഞ ഓർഗാനിസംസിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. പല ഓർഗാനിസംസിനെയും എന്താണ് ഈ സ്കിന്നിൻ്റെ എപ്പിത്തീലിയൽ ലെയേഴ്സിൻ്റെ തിക്നെസ്സും അതിൻ്റെ ആ ഒരു ആക്ഷൻ കാരണം എന്താണ് നമ്മുടെ ബോഡിയിലേക്ക് ഇൻവേഡ് ചെയ്യാൻ പറ്റില്ല. സോ സ്കിൻ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ദ ഫിസിക്കൽ ബാരിയർ.
ഇനി മറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ട്രാക്റ്റുകൾ, ഓപ്പൺ ട്രാക്റ്റുകൾ ഉണ്ട്. അതായത് ഓറൽ ക്യാവിറ്റി ഇറ്റ് ഓപ്പൺസ് ഇൻ ടു ദ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്, nasal cavity it opens into the respiratory tract, and we have the urogenital tract അല്ലേ. ആ ട്രാക്റ്റുകളിലെല്ലാം തന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറൊക്കെ ആയിട്ട് കോണ്ടാക്റ്റുള്ള ഇതല്ലേ, അവിടെ നിന്നും ഇൻഫെക്ഷൻസ് വരാതെ എങ്ങനെ സഹായിക്കുന്നു? അവിടെ മ്യൂക്കസ് കോട്ടിംഗ് ഉണ്ട്. മ്യൂക്കസ് കോട്ടിംഗ് ഓഫ് ദ എപ്പിത്തീലിയം, ഓക്കെ, ഓഫ് ദീസ് ട്രാക്ട്സ്, റെസ്പിറേറ്ററി, ഗാസ്ട്രോഇൻറ്റസ്റ്റൈനൽ ആൻഡ് യൂറോജെനിറ്റൽ ട്രാക്ട്. അതും എന്താണ്? ഈ പറഞ്ഞ ഫിസിക്കൽ ബാരിയേഴ്സിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, സോ ദിസ് ഇസ് വൺ കൈൻഡ് ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. പിന്നെ ഉള്ളത് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ആണ്. ഫിസിയോളജിക്കൽ ബാരിയേഴ്സിൽ പെടുന്നതാണ് എന്ത്? ഈ ആസിഡ് ഇൻ ദ സ്റ്റൊമക്, സലൈവ, ഓരോ സെക്രീഷൻസ് ആയിരിക്കാം. സ്റ്റൊമക്കിൽ ആസിഡ്, ഓറലി വി ഹാവ് സലൈവ, സലൈവയിൽ തന്നെ കുറേ ഓർഗാനിസംസ് ഡിസ്ട്രോയിഡ് ആവും. ടിയേഴ്സ് ഫ്രം ഐ ഓൾസോ പ്രിവെൻറ്റ് മൈക്രോബിയൽ ഗ്രോത്ത്. ഒരു ആൻറ്റി മൈക്രോബിയൽ ആക്ടിവിറ്റി ഉണ്ട്. അതൊക്കെയാണ് ആസിഡ് ഇൻ സ്റ്റൊമക്, സലൈവ ഇൻ ദ മൗത്ത്, ആൻഡ് ഓൾസോ വി ഹാവ് ടിയേഴ്സ് ഫ്രം അവർ ഐസ്. അങ്ങനെ തന്നെ ആലോചിക്കുക നിങ്ങൾ. ഓക്കെ, ഇനിയുള്ളത് സെല്ലുലാർ ബാരിയേഴ്സ് ആണ്. ദർ ആർ സർട്ടൻ സെൽസ് ഇൻ അവർ ബോഡി, ഓക്കെ, ദാറ്റ് ഹെൽപ്പ് ഇൻ പ്രിവെൻറ്റിങ് ദീസ് ഇൻഫെക്ഷൻസ്, ഫോറിൻ ഏജൻസ്. അതിൽ ഏതൊക്കെയാണുള്ളത്? വി ഹാവ് WBCs, അതിൽ തന്നെ PMNL, പോളിമോർഫോ ന്യൂക്ലിയർ ലൂക്കോസൈറ്റ്സ്, അങ്ങനെയുള്ള ന്യൂട്രോഫില്ലുകൾ, പിന്നെ മോണോസൈറ്റ്സ്, ദെൻ ദർ ഇസ് നാച്ചുറൽ കില്ലർ ടൈപ്പ് ഓഫ് ലിംഫോസൈറ്റ്സ് ഉണ്ട്, ആസ് വെൽ ആസ് മാക്രോഫേജസ് ഉണ്ട്. ഇവരെല്ലാം എന്തെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു, കൺസിഡർ ദിസ് എ സെൽ, വൺ ഓഫ് ദ സെല്ലുലാർ ബാരിയേഴ്സ്, ഒരു പാത്തജൻ, ദിസ് ഇസ് എ പാത്തജൻ. അവരെന്തെന്ന് വെച്ചാൽ ദേ ഫാഗോസൈറ്റോസ് ദിസ് പാത്തജൻ, they release some enzymes and they destroy it. അപ്പോൾ അങ്ങനെ they don't enter into our body. സോ അങ്ങനെയാണ് സെല്ലുലാർ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. സോ എക്സാമ്പിൾസ് ആലോചിക്കുക: PMNL ന്യൂട്രോഫിൽസ്, മോണോസൈറ്റ്സ്, നാച്ചുറൽ കില്ലർ ലിംഫോസൈറ്റ്സ്, ആൻഡ് ദെൻ ദർ ഇസ് മാക്രോഫേജസ്. സോ അതാണ് സെല്ലുലാർ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ദ സൈറ്റോകൈൻ ബാരിയേഴ്സ്. സൈറ്റോകൈൻ ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വൈറൽ ഇൻഫെക്ഷൻ വന്നാൽ ആ വൈറൽ ഇൻഫെക്ഷൻ വന്ന സെല്ലുകൾ സർട്ടൻ പ്രോട്ടീൻസിനെ സെക്രീറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻ്റർഫെറോൺസ് എന്ന് വിളിക്കുന്നത്. ഈ ഇൻ്റർഫെറോൺസിന് ആക്ച്വലി നോൺ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. അത് ഏത് കേസിലാണെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതാണ് സൈറ്റോകൈൻ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ലെവലിൽ അങ്ങനെ തന്നെ പഠിച്ചാൽ മതി, കൂടുതൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഫിസിക്കൽ, ഫിസിയോളജിക്കൽ, സെല്ലുലാർ ആൻഡ് സൈറ്റോകൈൻ. ഓരോന്നും എന്താണ്, അതിൻ്റെ എക്സാമ്പിൾസ് ഏതാണ്, അത്രയാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത ഇമ്മ്യൂണിറ്റി പറഞ്ഞാലോ? നമുക്ക് അടുത്ത ഇമ്മ്യൂണിറ്റി പറയാം. വി ഹാവ് ടു ടോക്ക് അബൌട്ട് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഇത്രയും നേരം നമുക്ക് ഓൾറെഡി നമ്മുടെ ബോഡിയിൽ ടൈം ഓഫ് ബർത്ത് തൊട്ടുണ്ടായ ഇമ്മ്യൂണിറ്റിയാണ്. നേരെ മറിച്ച് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാത്തജൻ സ്പെസിഫിക് ആണ്. ഓക്കെ, ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ ഐഡിയ ഓഫ് മെമ്മറി എന്നുള്ള ഒരു ഐഡിയനെ ബേസ് ചെയ്തിട്ടാണുള്ളത്. ഒരു പാത്തജനോട് നമ്മൾ ഫസ്റ്റ് ടൈം എക്സ്പോസ്ഡ് ആകുമ്പോൾ നമ്മുടെ ബോഡി ഇതൊരു പുതിയ ഏതോ ഒരു ആൻറ്റിജൻ ആണ്, മീൻസ് ഒരു ഫോറിൻ പാത്തജൻ ആണ് എന്നുള്ളത് സെൻസിറ്റൈസ് ചെയ്യും, മനസ്സിലാക്കും. ഓക്കെ, സെൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ദർ വിൽ ബി എ പ്രൈമറി റെസ്പോൺസ്. ഓക്കെ, ഒരു പ്രൈമറി റെസ്പോൺസ് ഉണ്ടാവും. ആ റെസ്പോൺസിൻ്റെ ഭാഗമായിട്ട് ദേ പ്രൊഡ്യൂസ് പ്രോട്ടീൻസ് കോൾഡ് ആൻറ്റിബോഡീസ്. പക്ഷേ ആ സമയത്ത് ചിലപ്പോൾ വരുന്ന ഓർഗാനിസം എന്ന് പറയുന്നത് മൈറ്റ് നോട്ട് ബി ഇൻ എൻ എമൗണ്ട് ഇനഫ് ടു കോസ് യു എൻ ഇൻഫെക്ഷൻ ഡോൺ. സോ പിന്നീട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇൻ സബ്സിക്വൻറ്റ് എക്സ്പോഷർ നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ദർ ഇസ് എ മെമ്മറി, അതായത് ഇങ്ങനൊരു ഓർഗാനിസം വന്ന് ഇൻഫെക്റ്റ് ചെയ്തിട്ടുണ്ട്, അതിന് എഗെയിൻസ്റ്റ് നമുക്ക് ഈ ആൻറ്റിബോഡി ഉപയോഗിച്ചാൽ മതി, ദേ വിൽ ഗെറ്റ് ഡിസ്ട്രോയിഡ്. അപ്പോൾ നെക്സ്റ്റ് ടൈം എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ, ഓക്കെ, സബ്സിക്വൻറ്റ് എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും? ദർ ഇസ് എ സെക്കൻഡറി റെസ്പോൺസ്. Okay, it's also called as the anamnestic response. Okay, it's also called as the anamnestic response. അങ്ങനെ ഒരു റെസ്പോൺസ് ഉണ്ടാവും. അവിടെ ലോട്ട്സ് ഓഫ് ആൻറ്റിബോഡീസ് ആർ പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദേ ഹെൽപ്പ് ഇൻ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഈ കോസിറ്റീവ് ഓർഗാനിസം ആൻറ്റിജൻ. സോ ഇസ് ദറ്റ് ക്ലിയർ? ഈ അക്വയർഡ് ഇമ്മ്യൂണിറ്റിയിൽ ഈ ഒരു സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ആണ്. അപ്പോൾ ദർ ഇസ് എ പ്രൈമറി റെസ്പോൺസ് ആൻഡ് എ സെക്കൻഡറി റെസ്പോൺസ്. അപ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? പ്രോട്ടീൻസ് കോൾഡ് ആൻറ്റിബോഡീസ് ആണ്. ഇനി നമുക്ക് ആൻറ്റിബോഡീനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആരാണ് ഈ ആൻറ്റിബോഡി പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത്? ദർ ഇസ് ബി ലിംഫോസൈറ്റ്സ് ആൻഡ് ടി ലിംഫോസൈറ്റ്സ്. അതിൽ തന്നെ സ്പെസിഫിക്കലി ഇറ്റ്സ് ആക്ച്വലി ബി ലിംഫോസൈറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാലോചിച്ചോക്കെ, ബോഡി, ഓക്കെ, ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടി ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഈ ആൻറ്റിബോഡിയുടെ സ്ട്രക്ചറാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ആൻറ്റിബോഡി എടുക്കുകയാണെങ്കിൽ 2 ലൈറ്റ് ചെയിൻ ഉണ്ട്. ഓരോ ആൻറ്റിബോഡി എടുക്കുകയാണെങ്കിൽ
ഓരോരോ ലൈറ്റ് ചെയിൻ ഉണ്ട്, ഓരോരോ ഹെവി ചെയിൻ ഉണ്ട്. അപ്പോൾ എന്താ 2 ലൈറ്റ് ചെയിനും 2 ഹെവി ചെയിനും ഉണ്ട്. ആൻഡ് അപ്പോൾ നമ്മൾ അവരെ എങ്ങനെ എഴുതും? ഒരു ആൻറ്റിബോഡീനെ H2L2 എന്ന് എഴുതും. 2 ഹെവി ചെയിൻ, 2 ലൈറ്റ് ചെയിൻ. ആൻഡ് ഇവർക്ക് ഇടയിലൊക്കെ എന്തുണ്ട്? SS ബോണ്ട് ഉണ്ട്, അതായത് ഡൈസൾഫൈഡ് ബോണ്ടുകളുണ്ട്. ഓക്കെ, ക്യാൻ യു സി? ഒത്തിരി ഇൻ്റർ ഹെവി ചെയിനും ഉണ്ട്, ഹെവി ചെയിൻ ലൈറ്റ് ചെയിൻ്റെ ഇടയിലുണ്ട്, അവർക്ക് ഇടയിൽ ഇൻട്രായും ഉണ്ട്. ഓക്കെ, സോ ദർ ആർ മൾട്ടിപ്പിൾ ഡൈസൾഫൈഡ് ബോണ്ട്സ് ആൻഡ് ഓൾസോ ദർ ഇസ് എൻ ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ്. അപ്പോൾ ഈ ഒരു ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്താൽ സബ്സിക്വൻറ്റ് എക്സ്പോഷറിൽ എന്തുണ്ടാവും വെച്ചാൽ വെൻ ദിസ് ആൻറ്റിജൻ കംസ് ദേ ബൈൻഡ് ടു ദിസ് ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ദേ കനോട്ട് ആക്ട് ഓൺ ദ അതർ സെൽസ് ഓഫ് അവർ ബോഡി, ഡിസ്ട്രോയ് ദ സെൽസ്. അങ്ങനെ സെൽസ് ഡിസ്ട്രോയ് ചെയ്താലേ സിംറ്റം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പ്രോസസ്സ് ഒന്നും നടക്കില്ല. ഈ ആൻറ്റിബോഡി ആൻറ്റിജനെ ഹോൾഡ് ചെയ്ത് വെക്കും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അസുഖം ഉണ്ടാവുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നത്. സോ ഈ പറഞ്ഞ ആൻറ്റിബോഡീസ് ഉണ്ടാവും. സോ ആൻറ്റിബോഡി സ്ട്രക്ചർ ക്ലിയർ ആണോ? 2 ഹെവി ചെയിൻ ഉണ്ട്, 2 ലൈറ്റ് ചെയിൻ ഉണ്ട്, അവർക്കിടയിൽ ഒത്തിരി എന്തുണ്ട്? ഡൈസൾഫൈഡ് ബോണ്ടുകളുണ്ട്, ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റുകളുണ്ട്. വി റെപ്രസെൻറ്റ് ഇറ്റ് ആസ് H2L2. ആൻഡ് ദർ ആർ എക്സാമ്പിൾസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത് IgA, അങ്ങനെ കുറേ ഉണ്ട്. ഓക്കെ, അത് ഞങ്ങൾ പഠിച്ച കോഡ് എന്ന് വെച്ചാൽ MAGED ആണ്. ആക്ച്വലി IgM ഉണ്ട്, IgA ഉണ്ട്, IgG ഉണ്ട്, IgE ഉണ്ട്, IgD ഉണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൻറ്റിബോഡീസ്. ഇനി ഇതെല്ലാം ബ്ലഡിലല്ലേ നടക്കുന്നത്? എവറിത്തിങ് ഹാപ്പൻസ് ഇൻ ദ ബ്ലഡ്. അതുകൊണ്ട് തന്നെ ആൻഡ് ദീസ് ആൻറ്റിബോഡീസ് ആർ ഫൗണ്ട് ഇൻ ദ ബ്ലഡ്. ദിസ് റെസ്പോൺസ് ഇസ് കോൾഡ് ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ്. നേരത്തെ ഞാൻ പറഞ്ഞു ഹ്യൂമറൽ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ്, ആ ഒരു അർത്ഥമാണ്. അപ്പോൾ ബ്ലഡ് ഇസ് എ ഫ്ലൂയിഡ്. ആ ബ്ലഡിൽ നടക്കുന്ന ആൻറ്റിബോഡി മീഡിയേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇസ് ദാറ്റ് ക്ലിയർ? സോ നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അക്വയർഡ് ഇമ്മ്യൂണിറ്റി എഗെയിൻ എന്താണ്? 2 ടൈപ്പ് ഉണ്ട് അല്ലേ? അക്വയർഡ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. ഹ്യൂമറൽ മീഡിയേറ്റഡ് റെസ്പോൺസും ഉണ്ട്, ഇനി പറയാൻ പോകുന്ന ഒരു സെൽ മീഡിയേറ്റഡ് റെസ്പോൺസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഹ്യൂമറൽ മീഡിയേറ്റഡ് റെസ്പോൺസ് ആണ് എന്ത്? ഈ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസ്. പ്രൈമറി റെസ്പോൺസ് ഉണ്ട്, അവിടെയാണ് ആൻറ്റിബോഡി പ്രൊഡ്യൂസ്ഡ് ആവുന്നത്. സെക്കൻഡറി റെസ്പോൺസിൽ അവർ ഹൈ ഇൻറ്റൻസിറ്റിയിൽ നമ്മൾ കുറേ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. ബേസ്ഡ് ഓൺ ദ ഐഡിയ ഓഫ് മെമ്മറി. ആൻറ്റിബോഡിയുടെ സ്ട്രക്ചറൊക്കെ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇസ് ദാറ്റ് ക്ലിയർ? ഇതുവരെ പറഞ്ഞൊക്കെ ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞ ക്ലിയർ ആണെങ്കിൽ അടുത്ത ഇമ്മ്യൂണിറ്റിയിലേക്ക് പോട്ടെ, അതായത് സെൽ മീഡിയേറ്റ് ഇമ്മ്യൂണിറ്റി പറയട്ടെ. റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഷാൽ ഐ ബിഗിൻ? അപ്പോൾ ഇനി നമ്മൾ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ആയത് പറഞ്ഞു. ഇനിയുള്ളത് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയാണ്. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ദ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ. അത് T ലിംഫോസൈറ്റ്സ് ആണ് മെയിൻലി മീഡിയേറ്റ് ചെയ്യുന്നത്. T ലിംഫോസൈറ്റ്സ്. ഓക്കെ, T ലിംഫോസൈറ്റ്സ് ആണ് മീഡിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് അവർ ശരിക്കും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ എൻഗൾഫ് ദിസ് ഓർഗാനിസം ആൻഡ് ദേ ഡിസ്ട്രോയ്. അതിന് കുറേ മൾട്ടിപ്പിൾ സ്റ്റെപ്സ് ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ലെവലിൽ എന്തറിഞ്ഞാൽ മതി? സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി T ലിംഫോസൈറ്റ്സ് ആണ് ചെയ്യുക. ആൻറ്റിബോഡീസിൻ്റെ പ്രൊഡക്ഷനൊന്നുമില്ല. ദേ ഇറ്റ്സെൽഫ് ദേ എൻട്രാപ്പ് ദ ഓർഗാനിസം ആൻഡ് ദേ ഡിസ്ട്രോയിഡ്. ഓക്കെ, അത് മാത്രം അറിഞ്ഞാൽ മതി നിങ്ങളുടെ ലെവലിൽ. ആൻഡ് ദേ ഹാവ് എൻ എബിലിറ്റി, ലൈക്ക് അവർക്ക് എന്താണ് സെൽഫ് നോൺ സെൽഫ് ഡിറ്റക്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് അല്ലേ? ആൻറ്റിജൻ ഏതാണ്, സെൽഫ് എന്താണെന്നുള്ളത് അറിയണം. സോ നമ്മൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻസ് എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു റീനൽ കിഡ്നി അല്ലേ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓർഗൻസ് ഒക്കെ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വേറൊരു ആളുടെ അല്ലേ ഡോണറിൻ്റെ എടുത്തിട്ടാണ് നമ്മൾ ഈ റെസിപ്പിയൻറ്റിൻ്റെ ബോഡിയിലേക്ക് വെക്കുന്നത്. ഓക്കെ, അന്നേരം എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ there is a chance that this organ, this newly introduced organ will be considered by the body as something foreign അല്ലേ? they'll consider it as a foreign body. ഒരു പുറത്തുനിന്നുള്ളൊരു ആൻറ്റിജനായിട്ട് കൺസിഡർ ചെയ്താൽ ഈ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ചെന്നിട്ട് ഈ എല്ലാ പറയുന്ന സെൽസിനെ എല്ലാം ഡിസ്ട്രോയ് ചെയ്യുന്നത്. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്തെന്ന് വെച്ചാൽ ഡിസ്ട്രോയ്. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്? ഗ്രാഫ്റ്റ് റിജക്ഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, സോ ദ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ വാട്ട്? ഗ്രാഫ്റ്റ് റിജക്ഷൻ. ഓക്കെ, ഗ്രാഫ്റ്റ് റിജക്ഷൻ ഡ്യൂറിങ് ഓൾ ദീസ് ട്രാൻസ്പ്ലാന്റേഷൻ സർജറീസിൻ്റെ റീസൺ എന്ന് പറയുന്നത് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണ്. അങ്ങനെ ഒരു റിജക്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇമ്മ്യൂണോ സപ്രസൻസ് കൊടുക്കും. വി ഗിവ് ഡ്രഗ്സ്, ഇമ്മ്യൂണോ സപ്രസൻസ് കൊടുക്കും. ഇമ്മ്യൂണോ സപ്രസൻസ് കൊടുത്താൽ എന്തുണ്ടാവില്ല? ലൈഫ് ലോങ് നമ്മൾ ഇമ്മ്യൂണോ സപ്രസൻസ് കൊടുത്തു കഴിഞ്ഞാൽ ദേ വോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്താ പറയുക ഈ ഒരു
റിജക്ഷൻ ഒഴിവാക്കുന്നത്. സോ ഇസ് ദാറ്റ് ക്ലിയർ? അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ സെൽ മീഡിയേറ്റ് ഇമ്മ്യൂണിറ്റീനെ പറ്റിയിട്ട് അറിയേണ്ടത്. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? ഇതുവരെയുള്ള ക്ലിയർ ആണോ? ഷാൽ ഐ കണ്ടിന്യൂ? ആരും ഉറങ്ങിയിട്ടില്ലല്ലോ, കുറച്ച് നേരം കൂടെ എടുക്കുന്നുള്ളൂ. നമ്മൾ ബാക്കി നെക്സ്റ്റ് പാർട്ടായിട്ടാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ ആരും ഉറങ്ങിയിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഷാൽ വി കണ്ടിന്യൂ? സോ ഷാൽ ഐ മൂവ് ഓൺ? ഇതുവരെ പറഞ്ഞൊക്കെ ക്ലിയർ ആണോ? സോ പറയട്ടെ, നമ്മളിനി പറയാൻ പോകുന്ന എന്തിനെ പറ്റിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റീനെ പറ്റിയിട്ടാണ്. ഓക്കെ, എന്താണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, പാസീവ് ഇമ്മ്യൂണിറ്റി? സോ ഫാർ ഇമ്മ്യൂണിറ്റി ക്ലിയർ അല്ലേ? ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, അതായത് ജനിക്കുമ്പോൾ തന്നെ ടൈം ഓഫ് ബർത്ത് തന്നെയുള്ള ഒരു നോൺ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി. ദർ ആർ 4 barriers. There is physical, physiological, and there is cytokine, and there are cellular barriers. And acquired immunity, there is humoral mediated response and cell mediated response. And humoral mediated response nu parnu kazhinja it is based on the antigen antibody reaction, mainly by B lymphocytes with the help of T lymphocytes. You should know the structure of the antibody. Okay, adu ariyanam. And then we have examples of antibody ariyanam. And then we have the cell mediated immunity, which is mainly by the T lymphocytes, and it is not antibody based, and it is മെയിൻലി ബേസ്ഡ് ഓൺ ദ ഒരു എൻഗൾഫിങ്, അങ്ങനത്തെ പരിപാടിയാണ് നടക്കുന്നത്. ഈ ഒരു ഓർഗാനിസത്തിനെ എൻഗൾഫ് ചെയ്തിട്ടാണ് നടക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ വാട്ട്? ഗ്രാഫ്റ്റ് റിജക്ഷൻ ഇൻ ട്രാൻസ്പ്ലാന്റേഷൻ സർജറീസ്. ഓക്കെ, സോ അത്രയും ക്ലിയർ ആണ്. ഇനി നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ തന്നെ നമുക്ക് 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, സോ ദർ ഇസ് ആക്റ്റീവ് ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. സോ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? നമുക്ക് നോർമലി ഒരു ഇൻഫെക്ഷൻ വരുന്നത്, ഇത് 2 ടേംസ് ആണ് വി ആർ ട്രൈങ് ടു എക്സ്പ്ലെയിൻ. സോ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്തുണ്ടാവും? നമ്മൾ ഓർഗാനിസത്തിനോട് എക്സ്പോസ്ഡ് ആയി നമ്മുടെ ബോഡി ആക്റ്റീവ്ലി എന്ത് ചെയ്യുന്നു? നമുക്ക് പുതിയതായിട്ട് ഒരു ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ട് ആൻറ്റിബോഡി, ഒരു സെക്കൻഡറി റെസ്പോൺസ് ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വാക്സിനേഷൻ ചെയ്യുമ്പോൾ, വാക്സിനേഷനിൽ നമ്മൾ ഈ ഒരു പ്രിൻസിപ്പിൾ തന്നെ അപ്ലൈ ചെയ്യുന്നത്, നമ്മൾ എന്താണ് ഈ പറഞ്ഞ ഓരോ ഓർഗാനിസംസിൻ്റെ ഇൻഫെക്റ്റീവ് ഒരു എന്താ പറയുക, ഇൻഫെക്ഷൻ കോസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടീനെ നശിപ്പിച്ചിട്ടാണ് നമ്മുടെ ബോഡിയിലേക്ക് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും എന്തുണ്ടാകുന്നു? നമ്മൾ ഡെലിബറേറ്റ്ലി ഇമ്മ്യൂണൈസേഷന് മൈക്രോബ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ബോഡി നാച്ചുറലി സെൽഫാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഇമ്മ്യൂണിറ്റീനെയാണ് നമ്മൾ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് ബോഡി തന്നെയാണ് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നേരെ മറിച്ച് പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡയറക്റ്റായിട്ട് നമ്മൾ ഈ പറഞ്ഞ ബോഡിയിലോട്ട് ആൻറ്റിബോഡീസ് കൊടുക്കുകയാണ്. ആ കണ്ടീഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആ കണ്ടീഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. പാസീവ് ഇമ്മ്യൂണിറ്റിയുടെ എക്സാമ്പിളാണ് എന്ത്? കൊളസ്ട്രോൾ. നമ്മൾ ഡെലിവറി കഴിഞ്ഞാൽ ഉള്ള ഫസ്റ്റ് ഫ്യൂ ഡേയ്സിലുള്ള അമ്മയുടെ മിൽക്കിനെയാണ്, ലാക്ടേഷൻ പീരീഡിലെ ഫസ്റ്റ് ഫ്യൂ ഡേയ്സിലെ മിൽക്കിനെയാണ് നമ്മൾ കൊളസ്ട്രോൾ എന്ന് വിളിക്കുന്നത്. വിച്ച് ഇസ് യെല്ലോയിഷ് ഇൻ കളർ, ഇസ് റിച്ച് ഇൻ വിച്ച് ആൻറ്റിബോഡി? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. വിച്ച് ഇസ് റിച്ച് ഇൻ IgA ആൻറ്റിബോഡി, അല്ലേ? IgA ആൻറ്റിബോഡി റിച്ച് ആയിട്ടുള്ള ഫ്ലൂയിഡാണ്. അപ്പോൾ എന്താണ്? കുട്ടിക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ ആൻറ്റിബോഡിയാണ് കൊടുക്കുന്നത്, അങ്ങനെ ഇമ്മ്യൂണിറ്റി അങ്ങനെ കൊടുക്കുകയാണ്, അങ്ങനെ പാസീവായിട്ട് കിട്ടും. ഓക്കെ, അതാണ് പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. സോ ഇസ് ദാറ്റ് ക്ലിയർ? ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ബോഡി തന്നെ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആൻറ്റിബോഡി കൊടുക്കുന്നു. ഓക്കെ, ആ നോർമലി ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതിന് എക്സാമ്പിൾ കൊളസ്ട്രോൾ, മിൽക്ക് പ്രൊഡക്ഷൻ. ആൻഡ് ഓൾസോ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി നോർമലി ഒരു ഇൻഫെക്ഷൻ വരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇമ്മ്യൂണൈസേഷൻ്റെ സമയത്ത് ഇസ് ഓൾസോ എൻ എക്സാമ്പിൾ ഓഫ് വാട്ട്? ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ ഇമ്മ്യൂണൈസേഷൻ, ഇനി നമുക്ക് പറയാനുള്ളത് ഇമ്മ്യൂണൈസേഷനാണ്. ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുമ്പോഴും നമുക്ക് എന്താണ്? ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷനും ഉണ്ട്, ആക്ച്വലി പാസീവ് ഇമ്മ്യൂണൈസേഷനും ഉണ്ട്. സർട്ടൻ വാക്സിൻസ് ആർ ബേസ്ഡ് ഓൺ ദ ഐഡിയ ഓഫ് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ. ഓക്കെ, അങ്ങനെ ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഒരു പാത്തജൻ എടുക്കുകയാണെങ്കിൽ ആ പാത്തജൻ്റെ സെല്ലിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു പ്രോട്ടീൻ ആയിരിക്കും ചിലപ്പോൾ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു സിംഗിൾ പ്രോട്ടീൻ എടുത്തിട്ട് അതിനെ കൊടുക്കാം. ഓക്കെ, ആൻറ്റിജനിക് പ്രോട്ടീൻസ് ഓഫ് ദ പാത്തജൻ, അല്ലെങ്കിൽ ആ ഇൻഫെക്റ്റീവ് പ്രോപ്പർട്ടി ഉള്ള പാത്തജനെ ആ പ്രോപ്പർട്ടി വീക്കൻ ആക്കിയിട്ട്, അതായത് ഇനാക്ടിവേറ്റ് ചെയ്യിച്ചിട്ട്, ഓർ വീക്കൻഡ്, ഇനാക്ടിവേറ്റഡ് ഓർ വീക്കൻഡ് പാത്തജനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്താ? ഇറ്റ് ഡസ് നോട്ട് കോസ് എനി ഇൻഫെക്ഷൻ, ബട്ട് ആ ബോഡി റെക്കഗ്നൈസസ് ഇറ്റ് ആസ് എ ഫോറിൻ ഏജൻറ്റ്, ആൻഡ് വാട്ട് ഡസ് ഇറ്റ് ഡു? ഇറ്റ് പ്രൊഡ്യൂസസ് ആൻറ്റിബോഡീസ്. അപ്പോൾ ഈവൻ ബിഫോർ ആൻ ഇൻഫെക്ഷൻ ഒക്കേഴ്സ് നമ്മുടെ ബോഡിയിൽ എന്തുണ്ടാവുന്നു? ആൻറ്റിബോഡി ഉണ്ടാവും, അല്ലേ? അപ്പോൾ പിന്നീട് ഇഫ് വി ആർ ഗെറ്റിംഗ് എക്സ്പോസ്ഡ് ടു ദിസ് കൈൻഡ് ഓഫ് ഇൻഫെക്ഷ്യസ് കോസ്ഡ് ഓർഗാനിസംസ്, our body will produce antibodies and prevent us from getting the diseases.
സോ അങ്ങനെ നമ്മൾ ഏതൊക്കെ കണ്ടീഷൻസിലാണ് ലൈക്ക് ഈ ടെറ്റനസ് പോലെയുള്ള കണ്ടീഷൻസിലും എല്ലാം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ എല്ലാ വാക്സിനേഷൻസും ഇറ്റ്സ് ബേസിക്കലി ബേസ്ഡ് ഓൺ ദ ഐഡിയ ഓഫ് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നമ്മൾ എന്താ ചെയ്യുന്നത്, ആൻറ്റിജനിക് പ്രോട്ടീൻസ് ഓഫ് ദ ഓർഗാനിസം, പാത്തജൻ, അല്ലെങ്കിൽ ദ ഇനാക്ടിവേറ്റഡ് ഓർ വീക്കെൻഡ് ആയിട്ടുള്ള നല്ല എന്താ പറയുക, അതിൻ്റെ ആ ഒരു ഇൻഫെക്റ്റീവ് പ്രോപ്പർട്ടി കളഞ്ഞിട്ടുള്ള പാത്തജനെ നമ്മൾ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഇറ്റ് റെക്കഗ്നൈസസ് ഇറ്റ് ആസ് എ ഫോറിൻ ഏജൻറ്റ്, അല്ലെങ്കിൽ ഒരു ഫോറിൻ ഏജൻ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ട് ദേ പ്രൊഡ്യൂസസ് ആൻറ്റിബോഡി, ആ ഒരു മെമ്മറി ക്രിയേറ്റ്. അപ്പോൾ സബ്സിക്വൻറ്റ് എക്സ്പോഷേഴ്സിൽ ഇറ്റ് ക്യാൻ ബി ഡിസ്ട്രോയിഡ് വിത്ത് ഒരു സെക്കൻഡറി റെസ്പോൺസ്. ഇനി there is also passive immunization. Passive immunization എപ്പോഴാണെന്ന് വെച്ചാൽ ഭയങ്കര എമർജൻസിയാണ്. വി നീഡ് ടു പ്രൊവൈഡ് ഡയറക്റ്റായിട്ട് ആൻറ്റിബോഡീസ് കൊടുക്കേണ്ട കണ്ടീഷൻ, അല്ലെങ്കിൽ ആൻറ്റി ടോക്സിൻ കൊടുക്കേണ്ട കണ്ടീഷൻസിൽ നമ്മൾ എന്ത് ചെയ്യും, ഡയറക്റ്റ് അത് കൊടുക്കും. അങ്ങനെ വരുമ്പോഴാണ് പാസീവ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സ്നേക്ക് ബൈറ്റ് ഒക്കെ ഉണ്ടായില്ല, നമുക്ക് സ്നേക്ക് ബൈറ്റ് ഉണ്ടായാലും നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മൾ ആൻറ്റിബോഡീസ് എഗെയിൻസ്റ്റ് സ്നേക്ക് വെനം നമ്മൾ ഡയറക്റ്റായിട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് കൊടുക്കുക. അപ്പോൾ അത് എക്സാമ്പിൾ ഓഫ് എന്താണ്, പാസീവ് ഇമ്മ്യൂണൈസേഷൻ ആണ്. പാസീവ് ഇമ്മ്യൂണൈസേഷൻ. സോ ഇസ് ദറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? സോ ഇത്രയും ക്ലിയർ ആണോ? അങ്ങനെയാണ് നമുക്ക് അടുത്ത പാർട്ടിലേക്ക് മൂവ് ചെയ്താലോ. സോ ഐ ഹോപ്പ് ദ ഐഡിയ ഓഫ് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ ആൻഡ് പാസീവ് ഇമ്മ്യൂണൈസേഷൻ ഇസ് ക്ലിയർ. സ്നേക്ക് വെനം ഇസ് എൻ എക്സാമ്പിൾ ഓഫ് means antibody, antitoxins again is the snake venom is an example of passive immunization. ഇനി നമുക്ക് ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്ന രണ്ട് സിറ്റുവേഷൻസിനെ പറ്റിയാണ് പറയാനുള്ളത്, അലർജിയും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസും. ഓക്കെ, വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് അലർജി ആൻഡ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്. സോ നിങ്ങളെല്ലാവരും ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു ബുക്കൊക്കെ അല്ലേ, നിങ്ങളിപ്പോൾ ഒരു ലൈബ്രറിയിലോ അല്ലെങ്കിൽ വല്ല കടയിലൊക്കെ പോയിട്ട് പൊടി പിടിച്ച ബുക്ക് എടുത്ത് മണത്ത് കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും കൂടെ തുമ്മി ഇതാവില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഫ്ലവേഴ്സൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ ചിലർക്കെങ്കിലും പെട്ടെന്ന് ഭയങ്കര തുമ്മലും കാര്യങ്ങളൊക്കെ വരും അല്ലേ. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അലർജി എന്ന് വിളിക്കുന്നത്. എന്താണ് അലർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു എക്സാജറേറ്റഡ് റെസ്പോൺസാണ്. ഓക്കെ, the exaggerated response of the immune system to certain antigens present in the environment is called as allergy. നമ്മുടെ എൻവയോൺമെൻറ്റിൽ കാണുന്ന ചില ആൻറ്റിജൻസിനോട് നമ്മുടെ ബോഡി ഭയങ്കര എക്സാജറേറ്റഡ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യും. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് എന്താണ്, അലർജി ഉണ്ടെന്നാണ് പറയുക. അങ്ങനെയുള്ള ആൻറ്റിജനിക് സബ്സ്റ്റൻസുകൾ, അങ്ങനെയുള്ള റെസ്പോൺസ് ഉണ്ടാകുന്ന സബ്സ്റ്റൻസുകളെ നമ്മൾ അലർജൻസ് എന്ന് വിളിക്കും. എന്താണ് വിളിക്കുക, അലർജൻസ് എന്ന് വിളിക്കും. എന്തൊക്കെയാണ് ഈ അലർജൻസ് എന്ന് പറഞ്ഞാൽ, വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ദീസ് അലർജൻസ്? ഒബ്വിയസ്ലി ഡസ്റ്റ്, പോളൻ, ചില പ്ലാന്റ്സിൻ്റെ ഒക്കെ പോളൻ ഗ്രെയിൻസ്, ഫ്ലവേഴ്സിൻ്റെ പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് അലർജിക്കായിരിക്കും. ചിലർക്ക് ആനിമൽ ഡാൻഡേഴ്സ്, ഈ ആനിമൽ രോമവും കാര്യങ്ങളൊക്കെ ഭയങ്കര അലർജിക്കായിരിക്കും. സോ ദീസ് ആർ സം ഓഫ് ദ അലർജൻസ്. ഓക്കെ, ആനിമൽ ഡാൻഡേഴ്സ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നിങ്ങളുടെ ടെക്സ്റ്റിലും പറയുന്നത്. ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള അലർജൻസ് എന്ന് പറയുന്നത്. ഇത് വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ ദർ ഇസ് ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് IgE ടൈപ്പ് ഓഫ് ആൻറ്റിബോഡി. ദർ ഇസ് ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് വാട്ട്, IgE ടൈപ്പ് ഓഫ് ആൻറ്റിബോഡി. അങ്ങനെയുള്ള ഒരു ആൻറ്റിബോഡിയുടെ പ്രൊഡക്ഷൻ കൂടും. ഇനി നിങ്ങൾ തന്നെ ആലോചിച്ചു, ഒരു അലർജിക്കായ ആൾക്ക് എന്തൊക്കെ സിംറ്റംസ് ആയിരിക്കും ഉണ്ടാവുക? ഫുൾ തുമ്മലായിരിക്കും അല്ലേ, സ്നീസിങ് ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും, മൂക്കിന്ന് വെള്ളം വരും അല്ലേ, മൂക്കൊലിപ്പ് ഉണ്ടാവും, കണ്ണിന്ന് വെള്ളം വരും, ഭയങ്കര വാട്ടറി ഐസ് ആയിരിക്കും, നല്ല വാട്ടറി നോസ് ആയിരിക്കും, റണ്ണിങ് നോസ് ആയിരിക്കും. സിവിയർ കണ്ടീഷൻസിൽ എന്തുണ്ടാവും വെച്ചാൽ ബ്രീതിങ് ഡിഫിക്കൽട്ടി വരും, ആകെ മൊത്തം എഡിമാറ്റസ് ഒക്കെ ആവും. അത് സിവിയർ കണ്ടീഷൻസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അലർജിയിൽ കാണുന്ന സിംറ്റംസ് പറയുന്നത്. എന്തൊക്കെയാണ്? സ്നീസിങ്, വാട്ടറി ഐസ്, റണ്ണിങ് നോസ് ആൻഡ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീതിങ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സിംറ്റംസ് ആയിട്ട് ഉണ്ടാകുന്നത്. ആൻഡ് മെയിൻലി വാട്ട് ഹാപ്പൻസ് ഇസ് there is a release of chemical mediators like histamine and serotonin from the mast cell. Okay, ഈ ഹിസ്റ്റമിൻ ആൻഡ് സെറട്ടോണിൻ, മാസ്റ്റ് സെല്ലിൽ നിന്ന് ഹിസ്റ്റമിൻ സെറട്ടോണിൻ പോലുള്ള കെമിക്കൽസ് റിലീസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ ഉണ്ടാവുന്നത്. സോ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ഹിസ്റ്റമിൻസ് ആണ് കൊടുക്കുന്നത്. ആൻറ്റി ഹിസ്റ്റമിൻ ഡ്രഗ്സ് കൊടുക്കും, അഡ്രിനാലിൻ കൊടുക്കും, സ്റ്റിറോയിഡ് കൊടുക്കും. ഇതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ എന്തുണ്ടാവും, നമുക്ക് ഈ ഒരു അലർജിക് സിംറ്റംസിൻ്റെ കുറവുണ്ടാവും. സോ ദോട്ട് ആർ ദ ഡ്രഗ്സ് ദാറ്റ് ഇസ് ഗിവൺ, ആൻറ്റി ഹിസ്റ്റമിൻസ്, അഡ്രിനാലിൻ ആൻഡ് ഓൾസോ സ്റ്റിറോയിഡ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ്, ഇപ്പം നമുക്ക് അറിയാൻ പറ്റില്ല അല്ലേ ഏതാണ് നമുക്ക് കറക്റ്റ് അലർജി. ചിലർക്ക് മനസ്സിലാവും സ്പെസിഫിക് ആയിട്ട് അലർജി ഇല്ല, ചിലർക്ക് കുറേ സാധനങ്ങളോട് അലർജി ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? സംടൈംസ് വി ഡു എ സ്മോൾ ടെസ്റ്റ്. നമ്മൾ സ്കിന്നിലൊക്കെ നമ്മൾ പാച്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമൊക്കെ ചെയ്യും.
വേർ വാട്ട് വി ഡൂ ഇസ് നമ്മൾ സസ്പെക്ട് ചെയ്യുന്ന കുറേ അലർജൻസ് നമ്മൾ സ്മോൾ ഡോസിൽ നമ്മൾ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. അന്നേരം നമുക്ക് ബോഡിയിൽ എന്തെങ്കിലും രീതിയിൽ അലർജിക് റെസ്പോൺസസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ. സോ ദാറ്റ്സ് ഹൗ വി ഡിറ്റർമിൻ ഓക്കെ ദ അലർജൻസ്. നമ്മൾ എന്താ ചെയ്യുന്നത്? ദ പേഷ്യൻ്റ് ഇസ് എക്സ്പോസ്ഡ് ഓർ ഇഞ്ചെക്റ്റഡ് വിത്ത് വെരി സ്മോൾ ഡോസസ് ഓഫ് അലർജൻസ്. അപ്പോൾ നമുക്ക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ദാറ്റ് ഈസ് എ അലർജൻ ടു ദാറ്റ് പേഴ്സൺ. ഓക്കെ, ട്രീറ്റ്മെൻറ്റും നമ്മൾ പറഞ്ഞു. സോ ഐ ഹോപ്പ് വാട്ട് അലർജി എന്നുള്ളത് എന്താണെന്ന് ക്ലിയർ ആണെന്ന് മനസ്സിലായി. ഇറ്റ്സ് എൻ എക്സാജറേറ്റഡ് റെസ്പോൺസ് ടു സർട്ടൻ antigens present in the environment. Examples, all these dust and pollens and animal dander പോലുള്ള സംഭവം. എന്തൊക്കെ കെമിക്കൽ മീഡിയേറ്റേഴ്സ് ആണ് റിലീസ്ഡ് ആവുന്നത്? ഹിസ്റ്റമിൻ ആൻഡ് സെറട്ടോണിൻ. അത് എവിടെ നിന്നാണ് റിലീസ്ഡ് ആവുന്നത്? മാസ്റ്റ് സെല്ലിൽ നിന്നാണ് റിലീസ്ഡ് ആവുന്നത്. ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്? സോ അത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, പിന്നെ എസ്പെഷ്യലി ഇൻ ദിസ് യുനോ ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ നല്ല വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള നല്ല കണ്ടീഷൻസിൽ വളരുന്ന കുട്ടികളാകുമ്പോൾ ദർ ഇസ് ലെസ്സർ ചാൻസസ് ഓഫ് ദെം ബീയിങ് എക്സ്പോസ് ടു ദീസ് കൈൻഡ്സ് ഓഫ് ആൻറ്റിജൻസ്. സോ അവരുടെ ബോഡിക്ക് പൊതുവേ ഒരു ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും, അല്ലെങ്കിൽ ദർ വിൽ ബി മോർ സെൻസിറ്റീവ്. അങ്ങനെയുള്ളവർക്ക് കൂടുതൽ സെൻസിറ്റിവിറ്റി ടു ദ എൻവയൺമെൻ്റ് ഒക്കെ നമുക്ക് ഇപ്പോഴത്തെ ജനറേഷൻസിൽ കാണാറുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് അലർജീസ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇനി നമുക്ക് പറയാനുള്ളത് ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്നൊരു പ്രോപ്പർട്ടീനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടീനെ പറ്റിയാണ് നമുക്ക് പറയാനുള്ളത്. എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മുടെ ഈ പറഞ്ഞ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? സെൽഫ് ആൻഡ് നോൺ സെൽഫ് ഡിറ്റക്ഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്, ഗ്രാഫ് റിഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറയും. ചില സമയത്ത് നമ്മുടെ ബോഡിക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ വോണ്ട് ബി ഏബിൾ ടു ഡിറ്റക്ട് ബിറ്റ്വീൻ സെൽഫ് ആൻഡ് നോൺ സെൽഫ് ആൻഡ് ദേ സ്റ്റാർട്ട് അറ്റാക്കിങ് സെൽഫ് സെൽസ്. സ്വന്തം സെല്ലുകളെ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കാൻ തുടങ്ങും. ഓട്ടോ സെൽഫ്. അപ്പോൾ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ എന്ന് വിളിക്കുക, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ വരുന്ന ഡിസീസസിനെയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് വിളിക്കുക. വാട്ട് ഹാപ്പൻസ്? ഡ്യൂ ടു ജനറ്റിക് ഓർ മെനി അതർ അൺനോൺ റീസൺസ് ദ ബോഡി അറ്റാക്സ് സെൽഫ് സെല്ലുകൾ. ഓട്ടോ എന്ന് പറഞ്ഞാൽ സെൽഫ് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ സെല്ലിനെ തന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷൻസാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. ആൻ എക്സാമ്പിൾ ഓഫ് ദിസ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. നിങ്ങൾക്ക് ഇത്ര മാത്രമേ ഈ ഒരു സെക്ഷന് അറിയേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, so I hope autoimmunity is clear, allergies are clear, active passive immunization, നമ്മൾ innate and we talked about acquired immunity. innate immunity എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അത് ഓൾറെഡി നോൺ സ്പെസിഫിക് ആയിട്ട്, അതായത് എന്ത് ഒരു ആൻറ്റിജൻ വന്നാലും അതൊരു ഓർഗാനിസം ആണെങ്കിലും അല്ലെങ്കിൽ ഓർഗാനിസം അല്ലാത്തത് വന്നാലും അത് നോൺ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ബോഡി ആക്ട് ചെയ്യും. ആൻഡ് അത് ജനിക്കുമ്പോഴേ ഉണ്ട്. there are different types of barriers, whereas acquired immunity ആണെങ്കിൽ എന്താണ്? somebody asked. അപ്പോൾ acquired immunity ആണെങ്കിൽ പാത്തജൻ സ്പെസിഫിക് ആണ്. അത് ആൻറ്റിബോഡീസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ആ പാത്തജൻസിന് എഗെയിൻസ്റ്റ് എന്താണ് ഉണ്ടാകുന്നത്? there will be സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഒക്കെ ഉണ്ടാവും. സോ അത് തന്നെയാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റിയുടെ രണ്ട് സബ് ആയിട്ടുള്ള കാറ്റഗറീസ് ആണ്. there is humoral mediated response which is antibody mediated, and there is cell mediated response which is lymphocyte mediated. okay, so I hope immunityയിൽ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന്. Now we'll just tell about our immune system of the body, right? We didn't mention about that part. എന്താണ് നമ്മുടെ immune system of the body? What makes up the immune system of the body? Okay, so നമ്മുടെ immune system എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there are certain lymphoid organs in our body, and then there are tissues, and also there are molecules like antibodies. അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടാവുന്നത്. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? സോ വി ഹാവ് lymphoid organs, we have tissues, certain tissues ഉണ്ട്, പ്ലസ് ആൻറ്റിബോഡീസ്. ഇതെല്ലാം ചേർന്നിട്ടാണ് നമ്മുടെ എന്തുണ്ടാവുന്നത്? ഈ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഫോം ചെയ്യുന്നത്. ഈ ലിംഫോയിഡ് ഓർഗൻസിലെ രണ്ട് ആൾക്കാരാണ് ബോൺ മാരോ ആൻഡ് തൈമസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ഹാവ് ബോൺ മാരോ ആൻഡ് തൈമസ്. ഈ പറഞ്ഞ ലിംഫോയിഡ് ഓർഗൻസ്, ഇപ്പം ബോൺ മാരോയിലാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ഈ പറഞ്ഞ സെല്ലുകളുടെ എല്ലാം പ്രൊഡക്ഷൻ. അതായത് ബോൺ മാരോയിലാണ് എല്ലാ ബ്ലഡിലുള്ള സെല്ലുകളും പ്രൊഡ്യൂസ്ഡ് ആവുന്നത്. സോ they are involved in the production of WBCs also. okay, so and also thymus എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is an organ situated just above the heart. okay, at the level of the breast bone, ആ ഒരു റീജിയനിലൊക്കെയാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ഈ തൈമസ് എന്ന് പറഞ്ഞ ഒരു ഓർഗൻ ഉള്ളത്. നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കാണാം, കണ്ടോ? തൈമസ് എന്ന് പറഞ്ഞ ഓർഗനുണ്ട്. സോ ഈ തൈമസിലും ഈ പറഞ്ഞ ബോൺ മാരോ, വേർ ആക്ച്വലി ദ പ്രൊഡക്ഷൻ ഓഫ് all kinds of cells of these blood cells ഒക്കെ
ആ പറഞ്ഞ ഓർഗൻസിലുമാണ് എന്ത് നടക്കുന്നത്, ഇനിഷ്യലി ഉണ്ടാകുന്ന ലിംഫോസൈറ്റ്സ് ഭയങ്കര ഇമ്മച്വർ ലിംഫോസൈറ്റ്സ് ആണ് ഉണ്ടാകുന്നത്. അത് പിന്നീട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ആൻറ്റിജൻ സെൻസിറ്റീവ് ലിംഫോസൈറ്റ് ആവുന്നത്. ഓക്കെ, ഈ ലിംഫോയിഡ് ഓർഗൻസ് ലൈക്ക് ഏതിൽ വെച്ചിട്ടാണ്, ബോൺ മാരോ ആൻഡ് തൈമസിൽ വെച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്, ദേ ബിക്കം ഫ്രം ഇമ്മച്വർ ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിന്ന്, ദ ഇമ്മച്വർ സ്റ്റേറ്റിൽ നിന്ന് ദേ ബിക്കം ആൻറ്റിജൻ സെൻസിറ്റീവ്, ദേ ബിക്കം മെച്യൂർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ആൻറ്റിജൻ സെൻസിറ്റീവ് ആയിട്ടുള്ള ലിംഫോസൈറ്റുകളായിട്ട് മാറുന്നത്. ഓക്കെ, അത് എവിടെ വെച്ചിട്ടാണ് സംഭവിക്കുന്നത്, ഈ പറഞ്ഞ ബോൺ മാരോ ആൻഡ് തൈമസിൽ വെച്ചിട്ടാണ് സംഭവിക്കുന്നത്. ഇനി ആഫ്റ്റർ ബിക്കമിങ് മെച്യൂർ, അതിനുശേഷം വാട്ട് ഹാപ്പൻസ്, ദേ മൈഗ്രേറ്റ് ടു സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ്. നമുക്ക് കുറച്ച് സെക്കൻഡറി ആയിട്ടുള്ള ലിംഫോയിഡ് ഓർഗൻസിലുണ്ട്. ആഫ്റ്റർ മെച്ചുറേഷൻ ദേ മൈഗ്രേറ്റ് ടു ദ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ്. അങ്ങനെയുള്ള സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിൻ്റെ എക്സാമ്പിളാണ് എന്ത്, സ്പ്ലീൻ, ലിംഫ് നോഡ്, tonsils, Peyer's patches which is seen in the small intestine and appendix. ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്, സ്പ്ലീൻ, ലിംഫ് നോഡ്, ടോൺസിൽസ് ആൻഡ് പേയേഴ്സ് പാച്ചസ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, അപ്പൻഡിക്സ്. സ്പ്ലീൻ നമുക്കറിയാം, ഇറ്റ് ഈസ് നോൺ ആസ് എ ഗ്രേവ്യാർഡ് ഓഫ് RBCs. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഈ ആൻറ്റിജൻസ് ഒക്കെയുള്ള RBCs ഓർ ഈവൻ അതർ RBCs വിച്ച് ആർ ഓൾഡ്, ദേ ആർ ട്രാപ്ഡ് ഇൻ ദ സ്പ്ലീൻ ആൻഡ് ഡിസ്ട്രോയിഡ് ദെയർ. ഓക്കെ, മൈക്രോ ഓർഗാനിസംസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെൽസ് ഒക്കെ വരുമ്പോൾ അവിടെ സ്പ്ലീനിൽ വെച്ചിട്ടും ഡിസ്ട്രോയിഡ് ആകും. ദെൻ വി ഹാവ് ദ ലിംഫ് നോഡ്സ്. ഓക്കെ, ലിംഫ് നോഡ്സ് എന്ന് പറയുന്നത് എവിടേക്കാണുള്ളത്, വി ആക്ച്വലി ഹാവ് ലിംഫ് നോഡ്സ്. ഈ നോഡ് പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. വി ഹാവ് സെർവൈക്കൽ ലിംഫ് നോഡ്സ്, വി ഹാവ് ആക്സിലറി ലിംഫ് നോഡ്സ്, വി ഹാവ് ഇൻഗ്വൈനൽ ലിംഫ് നോഡ്സ്, വി ഹാവ് ആക്ച്വലി ഈ അയോട്ടിക് വെസൽസിൻ്റെ അവിടെയുള്ള ലിംഫ് നോഡ്സ് ഉണ്ട്. സോ ദർ ആർ മൾട്ടിപ്പിൾ പ്ലേസസ് വി ഹാവ് ലിംഫ് നോഡ്സ്. ഈ പറയുന്ന ലിംഫ് നോഡ്സ്, പിന്നെ അതുപോലെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ അവിടെയുള്ള പേയേഴ്സ് പാച്ചസ് ആൻഡ് ഓൾസോ ദർ ഇസ് അപ്പൻഡിക്സ്. ഈ പറഞ്ഞ സൈറ്റിൽ വെച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്, ആൻറ്റിജൻ ആയിട്ടുള്ള ഇൻട്രാക്ഷൻ വരുന്നത്. ഇതുവരെ നമ്മൾ മെച്ചുറേഷൻ നടന്നിട്ടുള്ളൂ. സോ ഹിയർ ഇറ്റ് ഈസ് ഇൻ ദ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് വാട്ട് ഒക്കേഴ്സ്, ദർ ഒക്കേഴ്സ് ഇൻറ്ററാക്ഷൻ വിത്ത് ആൻറ്റിജൻ. ആൻറ്റിജൻ ആയിട്ടുള്ള ഇൻട്രാക്ഷൻ നടക്കുന്നത് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഇനി ആ പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഇൻട്രാക്ഷൻ നടന്നിട്ടാണ് പിന്നീട് എന്തുണ്ടാവുന്നത്, ആൻറ്റിബോഡീസ് ഒക്കെ പ്രൊഡ്യൂസ്ഡ് ആവുന്നത്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് കൂടാണ്ട് നമുക്ക് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദർ ആർ ടിഷ്യൂസ്. നമുക്ക് ബോഡിയിൽ കുറച്ച് ലിംഫോയിഡ് ടിഷ്യൂ കളക്ഷൻസ് കൂടിയുണ്ട് വിച്ച് ഫോംസ് ദ ലൈനിങ് ഓഫ് ദ റെസ്പിറേറ്ററി, ഡൈജസ്റ്റീവ് ആൻഡ് യൂറോജെനിറ്റൽ ട്രാക്ട്. നേരത്തെ നമ്മൾ മ്യൂക്കസ് ലൈനിങ് ഒക്കെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ട്രാക്റ്റുകളെയും ലൈൻ ചെയ്തുകൊണ്ട് ദർ ആർ ലിംഫോയിഡ് ടിഷ്യൂ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മാൾട്ട് എന്ന് വിളിക്കുന്നത്. മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഗ്യാസ്ട്രിക് ആ ഒരു ട്രാക്റ്റിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഗാൾട്ട് എന്ന് വിളിക്കാം, GALT എന്ന് വിളിക്കാം, ഗ്യാസ്ട്രിക് അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ എന്നുള്ളത്. ജനറലി വി സേ mucosa associated lymphoid tissue. So this lymphoid tissue, it forms 50% of the entire lymphoid tissue in the human body. So is that clear? അപ്പം എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് അറിയേണ്ടത്? We need to know the lymphoid organs. We have the primary lymphoid organs like bone marrow and the thymus. ഈ bone marrowയിലാണ് പ്രൊട്ടക്ഷൻ ഓഫ് എല്ലാ cells, blood cells നടക്കുന്നത്. And in also the thymus and the bone marrow, these immature lymphocytes are converted to the mature lymphocytes. What happens? They become antigen sensitive lymphocytes. Now they can recognize the antigens. അങ്ങനെയുള്ള mature ആയിട്ടുള്ള lymphocytes, they migrate to the multiple organs. എവിടേക്കൊക്കെയാണ്? സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിലേക്ക് പോകും. ഏതൊക്കെയാണ്? സ്പ്ലീൻ, the lymph nodes, the tonsils and the Peyer's patches of the small intestine and appendix. ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകും. And there are also lymphoid tissue ഉണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് മാൾട്ട് എന്ന് പറയുന്നത്. മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ വിച്ച് ഫോംസ് 50%. ഓക്കെ, 50%ഓളം ലിംഫോയിഡ് ടിഷ്യൂ ഇൻ ദ ബോഡീനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഈ മാൾട്ടാണ്. ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ പോകും.
ഈ പറഞ്ഞ ലൊക്കേഷൻസിൽ വെച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? ദേ ആക്ച്വലി ഇൻട്രാക്ട് വിത്ത് ആൻറ്റിജൻ ആൻഡ് ദേ പ്രൊഡ്യൂസ് ദിസ് ആൻറ്റിബോഡി. അത്തരത്തിലുള്ള റിയാക്ഷൻസ് എല്ലാം നടക്കുന്നത്. സോ ഐ ടോൾഡ് യു വേർ ദ സ്പ്ലീനസ് ഗ്രേവ് യാർഡ് ഓഫ് RBCs. അവിടെ വെച്ചിട്ട് ഈ മൈക്രോ ഓർഗാനിസംസോടെ വരുന്ന RBCs എങ്ങനെ ദേ ജസ്റ്റ് ട്രാപ്പ് ദെയർ ആൻഡ് ഡിസ്ട്രോയിഡ്. മൈക്രോ ഓർഗാനിസംസ് ആർ ട്രാപ്പ് ദെയർ ആൻഡ് ഡിസ്ട്രോയിഡ്. ടോൺസിൽസ് അവിടെ വന്നിട്ട് ലിംഫ് ടിഷ്യൂ ഉണ്ട്. നമുക്ക് ടോൺസിൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ അവിടെയും ദ ഓർഗാനിസംസ് ആർ ട്രാപ്പ് ആൻഡ് ഡിസ്ട്രോയിഡ്. ഇനി ലിംഫ് നോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദർ ഇസ് ലിംഫ് നോഡ് എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് പറയണം. അത് സ്മോൾ സോളിഡ് സ്ട്രക്ചേഴ്സ് ആണ്, വിച്ച് ഈസ് അഗെയിൻ എ പ്ലേസ് വെയർ ദീസ് ഇൻട്രാക്ഷൻ വിത്ത് ദ ആൻറ്റിജൻസ് ഒക്കെ. അവിടെയും നമ്മൾ മൈക്രോ ഓർഗാനിസംസിനെ ട്രാപ്പ് ചെയ്തിട്ട്, അതായത് ഈ ആൻറ്റിജൻസിനെ ട്രാപ്പ് ചെയ്തിട്ട് ഈ പ്രൊഡ്യൂസ് ആൻറ്റിബോഡി. ഓക്കെ, ലിംഫ് നോഡ്സ് പല ലൊക്കേഷൻസിലും ഉണ്ട്. ആസ് ഐ ടോൾഡ് യു, സർവൈക്കൽ, ആക്സിലറി, ഇൻ ദ ഗ്രോയിൻ റീജിയൻ അവിടെ ഇൻഗ്വൈനൽ, ആൻഡ് ദെൻ വി ഹാവ് അയോർട്ടഡ് അപ്പർ പാരായോട്ടിക്. There are many more nodes. Okay, so there are these lymph nodes, and then there is tonsil. We know it's in the tonsillar cavity, oral cavity da oru pharynx inde avadekkanullathu. So then we have the Peyer's patches. Peyer's patches is seen in the small intestine and the appendix. Okay, so ee paranja സ്ഥലത്തൊക്കെയുള്ള ടിഷ്യൂസിലാണ് ഇൻട്രാക്ഷൻ വിത്ത് ആൻറ്റിജൻ നടക്കുന്നത്. സോ ഇസ് ദാറ്റ് ക്ലിയർ? ഇത്രയാണ് നമ്മുടെ എന്തിനെ പറ്റി അറിയേണ്ടത്? ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് ദ ബോഡിയെ പറ്റി നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ. സോ ഇസ് ദാറ്റ് ക്ലിയർ? ഇപ്പോൾ ക്ലിയർ ആണോ? അക്വയർഡ് ഇമ്മ്യൂണിറ്റി ലൈഫ് ടൈമിൽ അച്ചീവ് ചെയ്യുന്നതാണോ? യെസ്, അക്വയർഡ് ആ വേർഡിൽ തന്നെ ഉണ്ട്. നമ്മൾ പിന്നീട് അക്വയർ ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ജനിച്ചതിന് ശേഷം നമ്മൾ ഓരോ ആൻറ്റിജനോട് എക്സ്പോസ്ഡ് ആകുമ്പോഴും നമ്മുടെ ബോഡി അതിനോട് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ കിട്ടുന്ന ഇമ്മ്യൂണിറ്റീനെയാണ് നമ്മൾ അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. അക്വയർഡ് ഇമ്മ്യൂണൈസേഷൻ ഉണ്ട്. നമ്മൾ വാക്സിൻസ്, വീക്കെൻഡ് പാത്തജൻസ്, അല്ലെങ്കിൽ ഇനാക്ടിവേറ്റഡ് പാത്തജൻസ്, അല്ലെങ്കിൽ നമ്മൾ സർട്ടൻ പാത്തജനിക് ആയിട്ടുള്ള ആൻറ്റിജനിക് ആയിട്ടുള്ള പോളിപെപ്റ്റൈഡ്സ് ഓഫ് ദീസ് പാത്തജൻസ് അതെടുത്തിട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ബേസിക്കലി ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി മീൻസ് ദർ ഇസ് എൻ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ. ആ ഒരു ഐഡിയ ഒക്കെ മനസ്സിലാക്കുക. ഓക്കെ, ആൻറ്റിബോഡി പ്രൊഡക്ഷൻ മാത്രമല്ല, ദർ ഇസ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഓൾസോ, ആ ഒരു ഡിസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ. സോ ഇസ് ഇറ്റ് ക്ലിയർ? ഇതുവരെ നമ്മൾ ഇമ്മ്യൂണിറ്റീനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്താണ് ഇമ്മ്യൂണിറ്റി? നമുക്കിപ്പോൾ ഈ എപ്പോഴും അസുഖം വരുന്നില്ല, അതിന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരാണ് ഇമ്മ്യൂൺ സിസ്റ്റമാണ്. അതിൽ ഇന്നേറ്റ് ഉണ്ട്, അക്വയർഡ് ഉണ്ട്. ഇന്നേറ്റിൽ ബാരിയേഴ്സ്, അക്വയർഡിൽ ഹ്യൂമറൽ ആൻഡ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. വാട്ട് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി? വി ഡയറക്ട്ലി സപ്ലിമെൻറ്റ് വിത്ത് ആൻറ്റിബോഡീസ്. എക്സാമ്പിൾ കൊളസ്ട്രോൾ. ഈ പാസീവ് ഇമ്മ്യൂണൈസേഷൻ്റെ എക്സാമ്പിളാണ് ഈ സ്നേക്ക് വെനത്തിന് അഗെയിൻസ്റ്റ് ആൻറ്റി ടോക്സിനൊക്കെ കൊടുക്കുന്നത്. സോ then we have certain derangements that occur in the immune system, that is allergies, exaggerated response ഉണ്ടാവുന്ന കണ്ടീഷൻസ്. എന്തൊക്കെയാണ് അവിടെ പ്രൊഡ്യൂസ്ഡ് ആവുന്നത്? ഹിസ്റ്റമിൻസ് ആൻഡ് സെറട്ടോണിനൊക്കെ പ്രൊഡ്യൂസ്ഡ് ആവുന്നുണ്ട്. IgE ആൻറ്റിബോഡി മീഡിയേറ്റഡ് ആണ്. ദെൻ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദെൻ ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് ബോഡി, where you should know what are the primary lymphoid organs. There is bone marrow and thymus, and there is secondary lymphoid organs, which are, there are lymph nodes, there are Peyer's patches, there is spleen, and then there is what else is there? Tonsils. Okay, so idokke undu. And there is lymphoid tissues also, where these interactions with all these antigens occur. So ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്തിനെ പറ്റി അറിയേണ്ടത്? ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ പറ്റി അറിയേണ്ടത്. ഇനി ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്താണ്? യെസ്, കുറേ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ 2 പാർട്ടായിട്ട് എടുക്കുന്നത്. ഇനി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖം അല്ലേ ആണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. എയ്ഡ്സിനെ പറ്റി സംസാരിക്കാനുണ്ട്. അതുപോലെ തന്നെ വി നീഡ് ടു ഡിസ്കസ് റിഗാർഡിംഗ് വൺ ഓഫ് ദ മോസ്റ്റ് ഡെഡ്ലിയസ്റ്റ് നോൺ ഇൻഫെക്റ്റീവ് ഡിസീസസ് നൗ നോൺ ടു ദ മാൻകൈൻഡ്. ഇറ്റ്സ് ക്യാൻസർ, മാലിഗ്നൻസിനെ പറ്റി സംസാരിക്കാനുണ്ട്. ഓൾസോ അഡിക്ഷൻസ്, വിച്ച് വിൽ ബി ടോക്കിംഗ് അബൌട്ട് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? എല്ലാം ക്ലിയർ ആണോ? എവറിത്തിങ് ഇസ് ക്ലിയർ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗം പറയൂ. വി ഷാൽ റിപ്പീറ്റ് and we shall wind up for today. Clear ആണോ? ഇനീഷ്യലി ഹിസ്റ്ററി ഓഫ് നമ്മുടെ ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഗുഡ് ഹ്യൂമർ ഹൈപ്പോത്തസിസ്, പിന്നെ മോസ്റ്റ് മോഡേൺ കോൺസെപ്റ്റ് ഓഫ് health, where there is complete physical, mental and social well-being, and then there is infectious and non-infectious diseases, broadly classifying. Infectious diseases, there are causative organisms. We studied some of the common diseases seen in human beings. We studied typhoid, we studied pneumonia, പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? വൈറൽ ഇൻഫെക്ഷൻസ്, കോമൺ കോൾഡ് പഠിച്ചു, പ്രോട്ടോസോവൻ ഇൻഫെക്ഷൻസ്, മലേറിയ, ലൈഫ് സൈക്കിൾ, പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്?
അമീബിക് ഡിസെൻട്രി, അസ്കാരിയാസിസ്, എലിഫന്റിയാസിസ്, ഫംഗൽ ഇൻഫെക്ഷൻസ്, റിംഗ് വർം, അതുപോലെ കാര്യങ്ങൾ പഠിച്ചു. പിന്നെ പേഴ്സണൽ ഹൈജീൻ, പ്രിവെൻഷൻ, അത് നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ കിട്ടുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇമ്മ്യൂണിറ്റിയിൽ കുറേ പ്രാവശ്യം പറഞ്ഞു, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അതുപോലെ തന്നെ അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളും ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, പാസീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം ആൻഡ് അലർജീസ് ആൻഡ് ഓട്ടോ ഇമ്മ്യൂണിറ്റി, ഇത്രയും കാര്യങ്ങളാണുള്ളത്. സോ ഐ ഹോപ്പ് എല്ലാം നല്ല ക്ലിയർ ആയിട്ടുണ്ടെന്ന്, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെ ഓർത്തിരിക്കാനുള്ള ടിപ്പ് എന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. നമുക്ക് കോൺസെപ്റ്റ് കണക്ട് ചെയ്ത് പഠിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചില അസുഖങ്ങൾ വയറിനെ എഫക്റ്റ് ചെയ്ത അസുഖം എന്ന് പറയുമ്പോൾ വയറിൻ്റെ സിംറ്റംസ് ആലോചിക്കുക. അങ്ങനെ നമ്മൾ കുറച്ച് എന്താ പറയുക, ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ച് ഓർത്തിരിക്കുക. ദെൻ ഡെഫിനറ്റ്ലി റിപ്പീറ്റഡ്ലി വായിക്കുക. പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അപ്പോൾ ഇന്ന കാര്യമാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടൈം അത് വായിക്കുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കും. ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയും ഞാൻ എടുത്തു. അതിൽ നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാം. കാരണം ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. ആൻഡ് അത് മാത്രമല്ല, നിങ്ങൾ ഈ ഒരു പ്രൊഫഷനിലേക്കല്ലേ വരാൻ പോകുന്നത്. സോ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഫോർ യു ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. ദിസ് സെൻസിറ്റൈസസ് യു അല്ലേ. നമ്മൾ കുറേ ഒരു ഡോക്ടറായ ഫീലൊക്കെ ഇല്ലേ. ഇപ്പോൾ ഇന്ന് ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള അസുഖങ്ങളെ പറ്റിയൊക്കെയല്ലേ പറയുന്നത്. ഓക്കെ, സോ റിപ്പീറ്റഡ്ലി വായിക്കുക. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് തിങ്സ്. സ്റ്റേ എക്സൈറ്റഡ് ഇതൊക്കെ പഠിക്കുമ്പോൾ കേട്ടോ. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വൺ ലാസ്റ്റ് ടൈം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ തൽക്കാലം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. സോ എല്ലാം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനിയും ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ബോറടിക്കും, സാച്ചുറേറ്റഡ് ആവും. നമ്മൾ കൂടുതൽ പറഞ്ഞാൽ, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സാച്ചുറേറ്റഡ് ആവും. അത് നിൽക്കണ്ട. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇന്ന് പോയിട്ട് പറ്റുമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക, അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡോണ്ട് ഗെറ്റ് സാച്ചുറേറ്റഡ്. ഇനി ഇപ്പം തന്നെ വേണമെങ്കിൽ നിങ്ങളൊരു 10-30 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് കുറച്ചൊന്ന് മെമ്മറിയിൽ നിൽക്കും. ക്ലാസ് കേട്ട ആ ഒരു എനർജിയിൽ പോയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക കേട്ടോ. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ക്ലാസ്. എൻജോയ് ലേണിംഗ്. ഓക്കെ, സോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ മനസ്സിലായി നിങ്ങൾ കമൻറ്റിലൊക്കെ പറയണം. എനിക്ക് മനസ്സിലാവേണ്ടേ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായോ ഇല്ലയോ എന്നൊക്കെ. സോ താങ്ക് യു ആൾ. സോ ഗുഡ് നൈറ്റ്. അലർജി ഇമ്മ്യൂണിറ്റി ആണോ? അലർജി ഒരു എക്സാജറേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് കാർത്തിക. അലർജി ഇമ്മ്യൂണിറ്റി കാരണമാണ്, പക്ഷെ അത് കൂടുതൽ ഇമ്മ്യൂണിറ്റിയാണ്. നമ്മൾ അത്രയും ചെറിയ കാര്യങ്ങളൊന്നും നമുക്ക് എന്തല്ല ശരിക്കും പാത്തജനിക് അല്ല, ഡിസീസ് കോസിങ് അല്ല, എന്നിട്ട് പോലും നമ്മുടെ ബോഡി അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ബാക്കി പോയി വായിക്കൂ കേട്ടോ. ഐ മെൻഷൻഡ് ഇറ്റ്. ഓക്കെ, സോ താങ്ക് യു ആൾ. ഗുഡ് നൈറ്റ്.